നമസ്കാരം. എല്ലാവർക്കും അനുജാസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് സ്വാഗതം. ഇന്ന് ക്ലാസ് എടുക്കുന്നത്, ഇന്ന് PT കുറിച്ചിട്ട് സംസാരിക്കാൻ പോകുന്നത് അൻഷ ടീച്ചറാണ്. അത് കഴിഞ്ഞ് അഞ്ജൻ ടീച്ചർ SMC എന്താണ് എന്നതിനെ കുറിച്ചുള്ള ധാരണ നിങ്ങൾക്ക് തരികയും പിന്നീട് NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 കുറിച്ച് ബിൻസിനെ ടീച്ചർ സംസാരിക്കും. അത് കഴിഞ്ഞ് അമൃത ടീച്ചർ റെഡിയാണോ? അമൃത ടീച്ചറെ ഓക്കെ, അത് സാരമില്ല. KTF 2023 കുറിച്ച് അമൃത ടീച്ചറാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇവരൊക്കെ ഈ ടോപ്പിക്കുകളിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെ നല്ല വ്യക്തമായ ധാരണ അവർക്കുണ്ട്. അവർ നന്നായി എടുക്കുമെന്ന വിശ്വാസം എനിക്കും ഉണ്ട്. നിങ്ങൾക്കും അത് പ്രചോദനമാകട്ടെ. കൂടുതൽ പോയിന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അറിയുന്ന കാര്യങ്ങൾ. ഓരോരുത്തരും എടുത്തു കഴിഞ്ഞ് ഡിസ്കഷൻ സെക്ഷൻ ആയിട്ട് വെച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ അൻഷ ടീച്ചറെ തുടങ്ങിക്കോ. സൗണ്ട് മ്യൂട്ടാ. പറഞ്ഞോ ടീച്ചറെ. ഓക്കെ ആണ് ടീച്ചർ.
എല്ലാ വിഭാഗക്കാരെയും പരിശീലിപ്പിച്ചുകൊണ്ട് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കോർണർ പി ടി എ കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ഇത്രയാണ് 4 തരം പി ടി എ. ഓക്കെ, ഒരുവിധം എല്ലാം കവർ ചെയ്തു. കോർണർ പി ടി എ കുറിച്ച് ആദ്യമായി കേൾക്കുന്നവരുണ്ടോ? ഓക്കെ, അതെ, കോർണർ പി ടി എ നമ്മൾ കഴിഞ്ഞ ബാച്ചിലും അത് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു അനുഭവമാണ് എനിക്കും ഉണ്ടായത്. ഇപ്പൊ തന്നെയും പല പ്ലാറ്റ്ഫോമുകളിൽ അതേക്കുറിച്ച് ചോദ്യങ്ങൾ പിന്നെ നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഒക്കെ കണ്ടു. അതിനുശേഷമാണ് നമ്മൾ അമൃത ടീച്ചറാണെന്ന് തോന്നുന്നു അയച്ചു തന്നത് പുസ്തകത്തിൽ കോർണർ പി ടി എ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പാഠഭാഗം അല്ലേ അമൃത ടീച്ചറെ? ആണോ? അപ്പൊ എനിക്ക് ആരോ അയച്ചു തന്നു. ആരായിരുന്നു? ആരാ? ഷബ്ന ടീച്ചറാണോ കോർണർ പി ടി എയുടെ പാഠഭാഗം അയച്ചു തന്നത്? ഓക്കെ. മൂന്നാം ക്ലാസ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ, അത് 3-ലാണോ ടീച്ചർ? അതാ ഞാൻ ചോദിച്ചത്. 3-ാം ക്ലാസ്സിന്റെ ഏത് പാഠപുസ്തകമായിരുന്നു? മാത്സ് ആയിരുന്നോ? ഗണിതമാണെന്ന് തോന്നുന്നു. അതെ അതെ, ഗണിതമാണ്. കണക്കായി. അതെ, അപ്പൊ പി ടി എ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ 3 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ 3-ലേക്ക് ഒതുങ്ങരുത്. കോർണർ പി ടി എ എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടിയുണ്ട്. അത് പലപ്പോഴും നടപ്പിലാക്കുന്നില്ല എന്നതുകൊണ്ടാണ് ആർക്കും അതേക്കുറിച്ച് ധാരണയില്ലാത്തത്. പക്ഷെ കോർണർ പി ടി എ എന്നൊരു സംഗതി ഉണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അത് എന്താണ് നമ്മുടെ പാഠപുസ്തകത്തിൽ എന്നത്. 3-ാം ക്ലാസ്സിന്റെ ഗണിത പാഠപുസ്തകത്തിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ്. എല്ലായിടത്തും നടപ്പിലാക്കുന്നുണ്ടോ എന്നതാണ് സംശയം. അപ്പൊ കോർണർ പി ടി എയുടെ ഭാഗമായിട്ട് എന്തോ ടീച്ചറെ? സ്നേഹക്കൂട് പി ടി എയുടെ ഭാഗമായിട്ട് അങ്ങനെ ആ ഒരു രീതിയിലല്ലേ എഴുതിയത്? അതോ സ്നേഹക്കൂട് എന്ന ആണല്ലേ? അപ്പൊ അതും കൂടി ഒന്ന് നോക്കി വെച്ചിരിക്കുക. സ്നേഹക്കൂട്. അതെ. അതെ, അതിലേക്കാണ് പോകുന്നത്. കോർണർ പി ടി എ നടത്താനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്കറിയാം നമ്മുടെ നമ്മുടെ സ്കൂളുകളിൽ മീറ്റിംഗ് ഒക്കെ വെക്കുമ്പോൾ എല്ലാവർക്കും വരാൻ സാധിക്കില്ല. പല കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, അവരുടെ പ്രദേശത്തിന്റെ പ്രത്യേകതയായിരിക്കാം. നാടുകളിൽ നിന്ന് അവർക്ക് ഇങ്ങോട്ടേക്ക് എത്താനുള്ള പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന ഭിന്നശേഷിക്കാരായ ആളുകൾ ഉണ്ടാകും. അങ്ങനെ നമ്മുടെ സ്കൂളുകളിലേക്ക് വരാൻ പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ വീടിനും അവർക്ക് എത്താൻ കഴിയുന്ന പരിസര പ്രദേശത്തുമായിട്ട് നമുക്ക് കോർണർ പി ടി എ നടത്താം. അതല്ലാത്തപ്പോ നമുക്ക് കോർണറുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? മൂലകൾ അല്ലെ? മുക്ക് അല്ലെങ്കിൽ മൂല എന്നുള്ള അർത്ഥമാണ്. സമൂഹത്തെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതാണ് പി ടി എകൾ. തിരിച്ച് സ്കൂൾ എന്ത് ചെയ്യാണ്? സമൂഹത്തിലേക്ക് ഇറങ്ങിപ്പോവുകയാണ് ഇവിടെ ചെയ്യുന്നത് അല്ലെ? എനിക്കൊരു കോള് വരുന്നു. എന്ത് ചെയ്യാനാന്ന് പറ. വാട്സപ്പിൽ കോള് വന്നാൽ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണത്. ഓക്കെ, അപ്പോ എന്താ പറഞ്ഞത്? നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ, സമൂഹത്തെ സ്കൂളിലേക്ക് കൊണ്ടുവരാനാണ് പി ടി എകൾ അല്ലെ? സമൂഹവും സ്കൂളും തമ്മിലുള്ള കണ്ണിയാണ് ഈ പി ടി എ, SMC, പിന്നെ എന്താണ് സ്കൂൾ സപ്പോർട്ട് ഗ്രൂപ്പ് SSG. ഇതൊക്കെ സമൂഹവും സ്കൂളും തമ്മിലുള്ള ബന്ധമാണ്. സമൂഹത്തെ സ്കൂളിലേക്ക് കൊണ്ടുവരലാണ്. പക്ഷെ പി ടി എയിൽ തന്നെ ഈ കോർണർ പി ടി എ വരുമ്പോ എന്താ സംഭവിക്കുക? സ്കൂള് സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇങ്ങനെ വരുമ്പോ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കാനാകും. ഈ പറയുന്ന പോലെ ലൈബ്രറികൾ തിരഞ്ഞെടുക്കുന്നു. നമ്മൾ പഠന പ്രവർത്തനങ്ങളുടെ എല്ലാം കഴിയുമ്പോൾ നമ്മൾ പഠനോത്സവം സംഘടിപ്പിക്കാറുണ്ട് അല്ലെ?
ആ പഠനോത്സവം ഒരിക്കലും സ്കൂളിന്റെ അകത്ത് ചെയ്യരുത്, വാർഷികത്തിന്റെ ഭാഗമായി ചെയ്യരുത് എന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട്. പകരം നമ്മൾ പൊതുവേദികൾ എടുത്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. അതിന്റെ റീസൺ എന്താണ്? സ്കൂളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ പൊതുസമൂഹം അറിയണം. അതിനുകൂടി വേണ്ടിയിട്ട് നമുക്ക് കോർണർ PTA ഉപയോഗപ്പെടുത്താനാകും. നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. കുട്ടികളുടെ സർഗശേഷി നമുക്ക് അവിടെ പ്രദർശിപ്പിക്കാനാകും. സ്കൂളിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് അവിടെ വെച്ച് ചർച്ച ചെയ്യുമ്പോൾ ആളുകളൊക്കെ കേൾക്കും അല്ലെ, അവിടെയുള്ള ആളുകളൊക്കെ അതിനെക്കുറിച്ച് അറിയും. എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ സ്കൂളിന് വേണ്ടതെന്ന് അവർ മനസ്സിലാക്കും. അവരാലാകുന്ന സാമ്പത്തിക സഹായം മാത്രമല്ല ഒരു സ്കൂളിന് വേണ്ടത് അല്ലെ, നമുക്ക് പിന്നെ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള സഹായം വേണം, അവരുടെ അധ്വാനം വേണ്ടി വരും. ചിലപ്പോ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനായിട്ട് ഒരാൾ ഫണ്ട് തരാൻ തയ്യാറാണ്, പക്ഷെ ആ ഫണ്ടിങ് കൊണ്ട് മാത്രം ഒരു കാര്യവും നടക്കില്ല അല്ലെ. നമുക്കവിടെ മാനുഷിക വിഭവശേഷിയൊക്കെ ഉപയോഗിക്കേണ്ടി വരും, അവരുടെ അധ്വാനം ഉപയോഗിക്കേണ്ടി വരും. അധ്വാനിക്കാൻ തയ്യാറാകുന്നവന്റെ കയ്യിൽ ചിലപ്പോൾ പണം ഉണ്ടാവണമെന്നില്ല, പക്ഷെ അവന്റെ അധ്വാനം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഈ കോർണർ PTA ഒക്കെ നടത്തി നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഈ സമൂഹം അത് തിരിച്ചറിഞ്ഞ് ഒപ്പം നിൽക്കാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾക്ക് തന്നെ നേതൃത്വം കൊടുത്ത് അവരുടെ മികവുകൾ അവിടെ പ്രകടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് കോർണർ PTA കൂട്ടിച്ചേർത്ത് പറയാനാകും. എന്തെങ്കിലും ഒരു അവസരം നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് കിട്ടുകയാണെങ്കിൽ ഈ ഒരു ടേം അങ്ങോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, കണക്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് ടോപ്പിക് വൈസ് പറയണമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ സമയം പെട്ടെന്ന് ഇത് നല്ല പരിചിതമായ വാക്കുകൾ എന്ത് ചെയ്യും, അറിയാതെ വരും. അത് വന്നു കഴിഞ്ഞാൽ കോൺഫിഡന്റ് ആയിട്ട് അടുത്ത ചോദ്യത്തെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാനാകും. കാരണം അവരതിൽ കയറി പിടിച്ചോളൂ. എന്താണ് കോർണർ PTA, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായി പറയാൻ കഴിയണം. ഇനി അടുത്തത് ടീച്ചർ പറഞ്ഞത് PTA കുറിച്ച് ടീച്ചർ പറഞ്ഞതിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഇപ്പം സ്കൂളിന് വേണ്ടിയിട്ട്, സ്കൂളിന്റെ വികസനത്തിന് വേണ്ടിയിട്ടൊക്കെ ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ PTA പേരന്റ് ടീച്ചർ അസോസിയേഷൻ ആണ്. ആ PTA കൊണ്ട് നമ്മൾ മീറ്റിംഗ് കൂടുമ്പോൾ പൂർണ്ണമായി ഇത് അധ്യാപകർ തന്നെ കൈകാര്യം ചെയ്യുന്നതാണോ, കുട്ടികളുടെ കൂടെ പങ്കാളിത്തം അവിടെ വേണമോ, ക്ലാസ് PTA കുട്ടികളെ നമുക്ക് പങ്കെടുപ്പിക്കാനാകുമോ, ഇങ്ങനെയുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അടുത്ത് ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ആരോടും ചോദിക്കുന്നില്ല, മൈക്ക് ഓൺ ചെയ്ത് പറയാം. പുതിയ ആളുകൾ ശ്രമിച്ചിട്ട് പഴയ ആളുകൾ പറയുക. ഇപ്പൊ ആദ്യത്തെ ചോദ്യം, ഇപ്പൊ ക്ലാസ് PTA നടക്കുകയാണ്, ക്ലാസ് PTA കുട്ടികളുടെ ആവശ്യമുണ്ടോ? എന്താ മനുപ്രിയ ടീച്ചറെ അത് പറയാൻ കാരണം? എനിക്ക് മനു എന്ന് വിളിക്കാൻ തോന്നുന്നു പെട്ടെന്ന്. ഓക്കെ. ടീച്ചറിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കുട്ടിയെ കൊടുക്കാൻ അവർക്ക് സാധിക്കണം. അപ്പോ കുഞ്ഞിന് എവിടെയാണ് പോരാമെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനും അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ടീച്ചറിന് ചോദിച്ച് മനസ്സിലാക്കാം. അവിടെ വെച്ചാൽ രക്ഷാകർത്താക്കളും ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ മൻ ടീച്ചർ ഒരു ക്ലാസ് PTA നടത്തുന്നത് കുട്ടിയുടെ പോരായ്മ കണ്ടുപിടിക്കാനാണോ? അങ്ങനെ പോരട്ടെ. പെട്ടെന്ന് അതാണ് അല്ലേ? അപ്പൊ സംസാരിച്ചു പോയപ്പോ പോരായ്മ അല്ലെന്ന് ടീച്ചറിന് അറിയാം, പക്ഷെ സംസാരിച്ചപ്പോ ഹൈലൈറ്റ് ചെയ്ത് വന്നത് എന്താണ്? പോരായ്മയാണ്. അപ്പൊ അതിനെ നമ്മൾ മാറ്റണം. അത് സംസാരിച്ചാലേ അറിയാൻ പറ്റൂ നമുക്ക് അല്ലേ. ഇനി അടുത്ത ആള് വേഗം പറഞ്ഞോ, കോൺഫിഡൻസ് പോവല്ലേ, പറഞ്ഞതിൽ കാര്യമുണ്ട്, അത് നമുക്ക് ആ രീതിയിലേക്ക് കൊണ്ടുവരാം. കാരണം കുട്ടികൾ ചെയ്ത വർക്കുകളൊക്കെ നമ്മള് പേരൻസിനടുത്ത് അവരെ കാണിക്കുമ്പോൾ അവർക്ക് അതൊരു സന്തോഷമാവും. അവരെ സന്തോഷിക്കുമ്പോൾ കുട്ടികൾക്ക് അതൊരു പ്രചോദനമാവും. എന്നെ അച്ഛനും അമ്മയും ടീച്ചറും ഒക്കെ അംഗീകരിക്കുന്നുണ്ട്, അപ്പൊ അവർക്കതൊരു പ്രചോദനമാണ്. പക്ഷെ എനിക്ക് ഒട്ടും പ്രചോദനമില്ല, കാര്യം ഒളിച്ചിരുന്ന് ഇങ്ങനെ പറയുന്നോണ്ടേ. പറഞ്ഞോ. അപ്പൊ കുട്ടികളെ പങ്കെടുപ്പിക്കണോ? അത് പറഞ്ഞോ ആദ്യം. തീർച്ചയായും പങ്കെടുപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം കുട്ടികളുടെ പോരായ്മ മാത്രം മികവുകളാണ് ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കേണ്ടതാണ്. കുട്ടികളുടെ മികവുകൾ അവരുടെ അച്ഛനും അമ്മയും തിരിച്ചറിഞ്ഞ് അവര് കൂടുതലും അതിലേക്ക് പ്രചോദിപ്പിക്കാൻ PTA ക്കും അവരുടെ അധ്യാപകർക്കും
അതെങ്ങനെ ടീച്ചറെ കഴിവുകൾ മാതാപിതാക്കൾ പി ടി എയിൽ ക്ലാസ് പി ടി എയിൽ വരുമ്പോ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടോ? ഇല്ല, കുട്ടികളുടെ രചനകൾ നമ്മള് അധ്യാപകരെ മാതാപിതാക്കളെ കാണിക്കും. ചിലപ്പം കുട്ടികളത് വീട്ടിൽ കാണിക്കണമെന്നില്ല ചിലപ്പം. അപ്പം അത് നമ്മുടെ അധ്യാപകര് കുട്ടികളുടെ രചനകൾ വഴി പോർട്ട്ഫോളിയോ വഴി അവര് ചെയ്ത കാര്യങ്ങൾ അധ്യാപകരെ അറിയിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ ആദ്യം പോർട്ട്ഫോളിയോ പറയണ്ടായിരുന്നോ? ആദ്യം പോർട്ട്ഫോളിയോ നിങ്ങൾ പറഞ്ഞുകൂടായിരുന്നോ? അത് കണക്ക് പിന്നെ അതെങ്ങനെ ടീച്ചറെ അവതരിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഉടനെ മറുപടി പറഞ്ഞ് എന്താ ഇല്ല, അതായത് അവതരിപ്പിക്കില്ല എന്നുള്ള രീതി ഇല്ല ടീച്ചറെ എന്ന് പറയുവാണ്. അപ്പൊ അതൊക്കെ എല്ലാം ശ്രദ്ധിച്ചോണം, ഓരോ വാക്ക് ശ്രദ്ധിച്ചോണം. ആദിത്യ ടീച്ചറിന്റെ ചുമലിൽ ആരായുള്ള ഒരു കുഞ്ഞുമുടിക്ക്? ആദിത്യ ടീച്ചറെ ഐ പറ. കുട്ടികളെ പങ്കെടുപ്പിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾ ഓരോ കുട്ടികളും വീട്ടിൽ കാണിക്കുന്ന കാണിക്കത്തില്ല. ചിലപ്പോൾ വീട്ടിൽ പറയാത്ത പല ആക്ടിവിറ്റികളും ഒരു ക്ലാസ്സിൽ കാണിക്കും. തിരിച്ച് ക്ലാസ്സിൽ ആക്ടിവിറ്റി ആയിട്ടുള്ള കുട്ടി വീട്ടിൽ ഭയങ്കര സൈലന്റ്, വീട്ടിൽ സൈലന്റ് ആയിട്ടുള്ള കുട്ടി, അങ്ങനെ ഒരു ഓപ്പോസിറ്റ് കണ്ടീഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ആക്ടിവിറ്റി ഉള്ള കുട്ടികളുടെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പം അത്യാവശ്യം എഴുതുന്ന കുട്ടികളുണ്ട്, ഡാൻസ് കളിക്കുന്ന കുട്ടികളുണ്ട്. ചില അച്ഛന്മാർക്ക് ഡാൻസിനോടൊന്നും താല്പര്യമില്ലാതെ അപ്പൊ ടീച്ചർ കുറച്ചുകൂടെ പ്രമോട്ട് ചെയ്യാണ് എന്നാണെന്നുണ്ടെങ്കിൽ ആ അച്ഛനും അമ്മയ്ക്കും ആ കലയോട് ഇത് വരും. അപ്പൊ അതൊക്കെ നമുക്ക് കുട്ടികളെ പങ്കെടുപ്പിക്കുന്നത് കൊണ്ട് കുട്ടികളെ വിളിച്ച് പങ്കെടുപ്പിക്കുന്നത് കൊണ്ട് മാറി വ്യത്യസ്തമായിട്ട് കുട്ടികളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ട് പഠിക്കുന്നതും മറ്റു കുട്ടികൾക്ക് അങ്ങനെ മാറണം എന്നൊരു ചിന്തയും കൂടി വരും. ഓക്കെ, അത് പോണക്ക് മാറ്റണം കേട്ടോ. അത് പോണക്ക് ശ്രദ്ധിക്കണം. സംസാര ഭാഷയില് കുറച്ചുകൂടി ഒരു ശ്രദ്ധ നല്ലതാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ ഒരേ പോയിന്റിൽ തന്നെ ഒതുങ്ങി പോകരുത്. ഒരു കാര്യം പറഞ്ഞു, ഇത്ര നേരവും ആ ഒരു കാര്യത്തിലേക്ക് അങ്ങ് ചുരുങ്ങി പോകാതെ പുതിയ പോയിന്റുകളും കൂടി ആഡ് ചെയ്ത് സംസാരിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇനി അടുത്ത ആള് ഇനി ആരാ? പറഞ്ഞു, അഞ്ജലി ടീച്ചറെ പറഞ്ഞു. കുട്ടികളുടെ കുട്ടി എന്താണ് പൊതുവെ ഞാൻ നടത്തുമ്പോൾ കുട്ടിയുടെ സ്വാഗതം നന്ദി പറയും. കുട്ടികളെ കൊണ്ട് പരമായിട്ടൊരു മുന്നോട്ട് വരാൻ അത് ക്ലാസ്സിലേക്ക് കൊണ്ട് ചെയ്യിക്കാനില്ല. ക്ലാസ്സിലേക്ക് നമ്മൾ റൊട്ടേഷൻ ആണ് വരാൻ. അപ്പൊ അങ്ങനെ നമുക്ക് പറ്റുന്ന മുന്നോട്ട് വരുന്ന ആഗ്രഹങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ കുട്ടികളും പോർട്ട്ഫോളിയോ ഒരു ഫയലിലാക്കി അവരെ കൊണ്ടുവന്ന എല്ലാ വർക്കുകളും അവർ ശേഖരിച്ച് പേപ്പറുകളും ആ പോർട്ട്ഫോളിയോയിൽ വെക്കാറുണ്ട്. അപ്പൊ അവർക്ക് തന്നെ വിലയിരുത്തി കുട്ടിക്ക് വന്ന മാറ്റങ്ങളും എന്തൊക്കെ മാറാനുണ്ട്, മെച്ചപ്പെടുത്താനുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാഠങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുട്ടികളെ കൊണ്ട് ക്ലാസ് ചെയ്യിക്കാൻ. അപ്പോൾ ഇതൊക്കെ കുട്ടികളെ നമ്മളും ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ഒരു ആത്മ അത് രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കും. അതുപോലെ അധ്യാപിക അവനവരുടെ രക്ഷിതാക്കൾ തമ്മിലുള്ള കുട്ടികൾക്ക് മനസ്സിലാക്കാനൊക്കെ ഈ ക്ലാസ് കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും മൂന്ന് കൂട്ടർക്കും അതൊരു വളരെ നല്ലൊരു കാര്യമാണ്. ഇതിൽ കൂടെ ക്ലാസ് ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ പൊതുവെ പറയും, പക്ഷേ കുട്ടികളുടെ കോട്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് കുട്ടിയുടെ മുന്നത്തെ എന്താണ് നമ്മൾ മാറ്റി രക്ഷിതാക്കളും അങ്ങനെ ചെയ്യാൻ കുട്ടികളെ നമ്മൾ രക്ഷിതാക്കൾ നമ്മൾ ആ സമയങ്ങളിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടിയുടെ മുന്നിലെ കുട്ടിയെ കണക്കാത്ത രീതിയിൽ പറയുമ്പോഴൊക്കെ നമ്മൾ ക്ലാസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ അനുഭവത്തില് ക്ലാസ് കുട്ടികൾ കൂടി ഇരിക്കണമെന്നാണ് തോന്നുന്നത്.
ഓക്കെ, പറഞ്ഞത് നല്ല പോയിന്റുകൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനകത്ത് ടീച്ചർ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞൊരു കാര്യം പറയട്ടെ. നമുക്ക് വേണമെന്ന് തോന്നുന്ന, നമുക്ക് മുന്നോട്ട് വരണമെന്ന് തോന്നുന്ന കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക. അവിടെ വരുമ്പോ അവിടെ ഒരു നെഗറ്റീവ് തോട്ടും കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെ നമ്മളൊന്ന് മാറ്റി ഓരോ മീറ്റിങ്ങിലും ഓരോ കുട്ടികൾക്കും പുതുതായി അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക. ഒന്ന് സ്വാഗതം പറയല്ലേ, അല്ലെ? സ്വാഗതം മാത്രമല്ല, അവരെ കൊണ്ട് ഓരോരുത്തരെ വിളിപ്പിക്കാം, അല്ലെ? ഓരോ എന്താണ്, ഓരോരുത്തരെ ക്ഷണിക്കാം, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓരോ പേരൻസിനും സംസാരിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കാനും ഒക്കെ ആയിട്ട് കുട്ടികളെ കൊണ്ട് തന്നെ നമുക്കത് വിളിപ്പിക്കാം. അങ്ങനെ എല്ലാ കുട്ടിക്കും പങ്കെടുക്കത്തക്ക രീതിയിൽ ഒരു തവണയെങ്കിലും ക്ലാസ് പി ടി എയിലെ അവതരണത്തിലേക്ക് വരത്തക്ക രീതിയിൽ മുഴുവൻ കുട്ടിയെയും നമുക്ക് പങ്കെടുപ്പിക്കാം. ടീച്ചർ അതല്ല ഉദ്ദേശിച്ചതെങ്കിലും സംസാരത്തിൽ വരുമ്പോ അങ്ങനെ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ വരാതെ അത്ര കോൺഷ്യസ് ആയിട്ട് നമ്മൾ സംസാരിക്കണം. ഓക്കെ ആണോ? ഓക്കെ, മനസ്സിലായി. പക്ഷേ ഞാൻ എൻ്റെ അനുഭവം പറയാം. ടീച്ചർ ഈ പറഞ്ഞതുപോലെയല്ല, ഞാൻ ചെയ്യുന്നത് മറിച്ചാണ്. കാരണം ബാക്കിയുള്ള കുട്ടികളെല്ലാം സഭാകമ്പം ഇല്ലാത്ത കുട്ടികളുണ്ടാവും. സഭാകമ്പം ഉള്ള കുട്ടികളെയാണ് ഞാൻ ക്ലാസ് പി ടിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം അതൊരു ചെറിയൊരു ഗ്രൂപ്പാണ്, അല്ലെ? കുറച്ച് പേരൊക്കെ ഉള്ള ചെറിയൊരു വേദിയാണ്. മറ്റേത് വലിയ വേദികളാണ്. അപ്പൊ ഈ ഒരു സ്ഥലത്തേക്ക് ടീച്ചർ ഞാൻ നിന്ന്, കുട്ടിയുടെ പിറകിൽ ഞാനും കൂടി നിന്ന് ഷോൾഡറിൽ കൈവച്ച് പറഞ്ഞോ തെറ്റില്ല എന്ന് പറഞ്ഞ് കൂടെ നിന്ന് അവരെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലൊക്കെ സംസാരിപ്പിച്ചിട്ടുണ്ട് 1ാം ക്ലാസ്സില്. എന്നിട്ട് ഇവര് അവതരിപ്പിക്കുമ്പോൾ ഞാൻ ടീച്ചർ എന്ന നിലയിൽ അവരെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ കൂടെ നിൽക്കാറുണ്ട്. കൂടെ നിൽക്കുമ്പോൾ അവർക്ക് ഒരു ഉറപ്പുണ്ട്, എനിക്ക് തെറ്റിയാൽ ടീച്ചർ പറയും. തെറ്റുന്നത് ഒരു തെറ്റല്ല, അതില് ബുദ്ധിമുട്ടില്ല, തെറ്റിയാലും ആരും കളിയാക്കില്ല എന്ന്. അപ്പൊ മുന്നോട്ട് നിൽക്കുന്ന കുട്ടികളെ കൊണ്ടല്ല നമ്മൾ സ്വാഗതവും എല്ലാം പറയിപ്പിക്കേണ്ടത്. അങ്ങനെ ഒരു രീതിയിലേക്ക് പോകാതെ, അതായത് കോൺഫിഡൻസ് ഇല്ലാത്തവരെ നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ പങ്കെടുപ്പിക്കും. വീണ്ടും അവർ കോൺഫിഡൻസ് ഇല്ലാതെ അവിടെ തന്നെ നിൽക്കുക ചെയ്യുന്നത്. അതായത് സേഫ് ആയിട്ടുള്ള ഇടങ്ങൾ തേടി അവർ പോകും. തങ്ങൾക്ക് കംഫർട്ട് സോണുകൾ സൃഷ്ടിച്ച് അവിടെ തന്നെ നിൽക്കും. അതിന് പുറത്തേക്ക് നമ്മൾ കൊണ്ടുവരണം. ആദ്യം നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ കൊടുത്ത ശേഷം ക്ലാസ് പി ടി ഒക്കെ വരുന്ന സമയം ആകുമ്പോഴേക്കും അവരെ മാറ്റിയെടുക്കണം. അതായത് ക്ലാസ് പി ടി, ആദ്യത്തെ ക്ലാസ് പി ടി ജൂൺ മാസം തന്നെ നമ്മൾ കൂടാറുണ്ട്, ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക്, അല്ലെ? ഫസ്റ്റ് സെക്ഷൻ തീരാറാകുമ്പോഴത്തേക്ക് ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ജൂൺ ജൂലൈ അല്ലെ മാസങ്ങളാവുമ്പോഴത്തേക്ക് നമ്മൾ ക്ലാസ് പി ടി ആരംഭിക്കുന്നു. അപ്പോഴേക്കും കിട്ടുന്ന ടൈം കൊണ്ട് ഒരു കുട്ടി പോലും പിന്നോട്ട് നിൽക്കാതെ ഉള്ള അവസരം, അതായത് നിരന്തരം നമ്മൾ പ്രക്രിയാധിഷ്ഠിതവും പ്രവർത്തനാധിഷ്ഠിതവുമായ ക്ലാസ് റൂമാണ്. അവർക്ക് മുന്നിലേക്ക് വന്നേ പറ്റൂ. ഇനി വേറൊരു കാര്യം പറയാം. എന്റെ ക്ലാസ്സില് വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട്, 1ാം ക്ലാസ്സിലാണ്. വളരെ സൈലന്റ്, ഒരു പുഞ്ചിരി മാത്രമേ ഉള്ളൂ. പിന്നെ ആള് സംസാരിക്കുകയില്ല, നമ്മൾ കാത് ഇങ്ങനെ വെക്കണം. അപ്പൊ ആദ്യമൊക്കെ ഞാൻ ചെയ്യിപ്പിച്ച പ്രവർത്തനം എന്തോന്ന് ചോദിച്ചാല് കൂവിപ്പിക്കുക. ക്ലാസ്സിൽ കൂവണം, ഉറക്കെ കൂവണം. അപ്പൊ പിള്ളേർക്ക് ഓരോരുത്തർക്ക് അവസരം കൊടുത്തിട്ട് ഈ കൊച്ചിനെയും കൊണ്ട് കൂവിപ്പിക്കും, കൂവാൻ പറയും. അപ്പൊ അവസാനം ഇങ്ങനെ ഒരു സൗണ്ട് ചെയ്യുന്നു. പിന്നെ ആള് ഭയങ്കര ബഹളത്തിലേക്ക് വന്നു. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് എല്ലാ ദിവസവും ചെയ്യും. ഇതെന്താണ് ഇവിടെ നിന്ന് ചിന്തിക്കും. പക്ഷെ അങ്ങനെയാണ് ക്ലാസ് റൂം. അച്ചടക്കം പഠിപ്പിക്കാനുള്ള സ്ഥലമല്ല, നമ്മൾ പട്ടാളച്ചിട്ടയ്ക്കുള്ള സ്ഥലമല്ല ക്ലാസ് റൂം. ഫസ്റ്റ് പ്രവർത്തനം കൂവിപ്പിക്കൽ. അത് തൊണ്ട തുറന്ന് അവര് കൂവുന്നു, ശ്വാസം എടുത്ത് ശബ്ദം പുറത്തേക്ക് വരണം, അല്ലെ? അടുത്തത് എന്ന് പറയുമ്പോ നമ്മൾ സംസാരിച്ചു തുടങ്ങി ഇങ്ങനെ സൗണ്ട് എടുത്ത് നമ്മൾ ആദ്യം എന്താ ചെയ്തത്? കൂവലാണ്, അല്ലെ? കൂവാണ്, അല്ലെങ്കിൽ ഓരിയിടുന്ന കണക്കത്തെ സൗണ്ടാണ് നമുക്കും ആദ്യം വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചെയ്തതെന്ന് വെച്ചാല് കുട്ടികളുടെ കൂടെ ഒരു ആക്ടിവിറ്റിക്കും വരത്തില്ല. അപ്പൊ ഞാൻ ചെയ്യുന്നത് പാട്ടിട്ട് കൊടുക്കും, ഡാൻസ് ചെയ്യാനായിട്ട് പാട്ടിട്ട് ക്ലാസ്സിൽ കൊടുക്കും. എന്റെ ഉദ്ദേശം ഈ കുട്ടിയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ക്ലാസ് ഫുള്ള് ഇങ്ങനെ കളിയിലാവുമ്പോൾ ആളിങ്ങനെ ആദ്യം ഒളിഞ്ഞിരുന്ന് ഇങ്ങനെ കണ്ട് പിന്നെ താളം പിടിക്കാൻ തുടങ്ങി ചെറുതായിട്ട്. പിന്നെ ഞാൻ കുറച്ച് ശിങ്കിടികളെ ഒപ്പിച്ചിട്ട് പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുവരണേ, നിങ്ങൾ കൂട്ടുകൂടി, അവൾ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ കൊടുക്കരുത്, കളിയിലെല്ലാം കൂടെ കൂട്ടണം എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇത് ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ ആൾ ആക്റ്റീവായി. അപ്പം കളിക്കാനായിട്ട് കൂടെ കൂട്ടുക. നമ്മൾ പാട്ടിട്ട് കൊടുക്കും, അവർ ഡാൻസ് ചെയ്ത് അവരുടേതായ, ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, നമ്മൾ ശ്രദ്ധിക്കുന്നു എന്ന് കാണുമ്പോൾ പെട്ടെന്ന് ആളൊന്ന് ഷൈ ആവും. അപ്പൊ അതെല്ലാം മാറി
മാറ്റങ്ങൾ വന്നു. അപ്പൊ അങ്ങനെയാണ് ഓരോ കുട്ടിയും. അതുപോലെ നല്ല മിടുക്കിയായിട്ടുള്ള ഒരു മോളുടെ അനിയത്തി ഉണ്ടായിരുന്നു. ആള് ഉയർന്ന നിലയിലേക്കൊക്കെ അങ്ങ് പോയി. പക്ഷെ ഇളയാൾ അത്രയും പോകുമെന്ന് പേരൻസിന് വിശ്വാസമില്ല. കാര്യം ആത്മവിശ്വാസക്കുറവ്. ഒരു വേദിയിലൊട്ടൊന്നും പോകില്ല. നന്നായി കവിതയൊക്കെ ചൊല്ലും, പക്ഷെ ഭയങ്കര ഭയം, വളരെ ഭയമാണ് കുട്ടിക്ക്. ഇപ്പൊ ചെയ്ത പ്രവർത്തനം ഇതുപോലെയാണ്. ക്ലാസ് PTA ആണ് ഞാൻ അതിന് ഉപയോഗിച്ചത്. ക്ലാസ് PTA കുട്ടിയെ ചേർത്ത് നിർത്തി അവളെ കൊണ്ട് ആ കവിത ഫുള്ള് ചൊല്ലുന്നത് വരെ ഞാൻ കൂടെ നിന്നു. പിന്നെ അതുപോലെ ഇംഗ്ലീഷ് പ്രസംഗം, കഥ. കുട്ടി നന്നായി പറയുന്ന കുട്ടി ഒരു PTA മീറ്റിംഗ് വന്നപ്പോഴത്തേക്ക് സംസാരിച്ചു തുടങ്ങിയപ്പോ അങ്ങ് നിന്നപ്പോ അന്ന് ഉണ്ടായിരുന്ന PTA പ്രസിഡന്റ് അല്ല, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ വന്നിരുന്നു. അപ്പൊ അവരിങ്ങനെ ഈ മീറ്റിംഗിന്റെ ഭാഗമായിട്ട് വന്നതാണ്. നമ്മളുടെ പുരോഗതിയും കൂടിയുണ്ട്, ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തൽ എന്നുള്ള ആശയം കൂടി ഉള്ളത് കൊണ്ടാണ് ഇവരൊക്കെ വരുന്നത്. അപ്പൊ അവര് ഒന്നങ്ങ് ചിരിച്ചിട്ട് അതൊന്നും സാരമില്ല എന്നുള്ള തരത്തിലേക്ക് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ അല്ല, അവള് പറയും, പിന്നെ മിടുക്കിയാണ്, അവള് പറയും, ബാക്കി പറയും എന്ന് പറഞ്ഞ് ഒന്ന് സപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്ക് ആള് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കരച്ചിലായിരുന്നു, കെട്ടിപ്പിടിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോ. അതിനുശേഷം ഇപ്പം മിടുക്കിയാണ് ആള്. ഞാൻ എല്ലാവരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയരെ എന്താണ് നമ്മുടെ കേന്ദ്രീയ വിദ്യാലയയിലെ അല്ല നവോദയയിലൊക്കെ അഡ്മിഷൻ കിട്ടി അങ്ങനെ മിടുക്കിയായിട്ടിപ്പോ മുന്നോട്ട് പോകുന്നു. അപ്പം ക്ലാസ് PTA എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവിടെ പിന്നെ ആര്യ ടീച്ചറും പറഞ്ഞ പോയിന്റ് പോർട്ട്ഫോളിയോ, അതൊക്കെ നമ്മൾ ആദ്യം എടുത്തു പറയണം. ക്ലാസ് PTA കുട്ടികളെ പങ്കെടുപ്പിക്കണം. ക്ലാസ് ടീച്ചറും കുട്ടികളും പ്രധാന അധ്യാപിക വരുമെങ്കിൽ അവരും ഒക്കെ ഉള്ളതാണ് ഈ ക്ലാസ് PTA എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കുട്ടികളുടെ പുരോഗതിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുട്ടികളുടെ മികവുകളാണ് അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഒരിക്കലും കുട്ടിയുടെ മുന്നിൽ വെച്ച് കുട്ടിയുടെ നെഗറ്റീവ് പറയാൻ പാടില്ല. അവിടെ ക്ലാസ് PTA ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പോർട്ട്ഫോളിയോ പ്രദർശനത്തിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണം. കുട്ടികളുടെ പോർട്ട്ഫോളിയോയിൽ അവരുടെ നോട്ട് ബുക്ക് കൂടി ഉൾപ്പെടുത്താനായിട്ട് അധ്യാപിക ശ്രമിക്കുന്നത് നല്ലതാണ്. നോട്ട് ബുക്ക്, അതുപോലെ വർക്ക് ബുക്കുകൾ ഉണ്ടെങ്കിൽ അതുവരെ ക്ലാസ്സിൽ ചെയ്ത ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ. അതുപോലെ തന്നെ നിലവിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ പോർട്ട്ഫോളിയോ സൂക്ഷിക്കുന്നുണ്ട്. അവയുടെ ഒരു പ്രദർശനം, അതായത് എല്ലായിടത്തും സ്ക്രീനൊക്കെ ഉള്ള വലിയ നല്ല ആധുനിക സംവിധാനമുള്ള ക്ലാസ്സുകൾ എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ അതാണ് പറയേണ്ടത് ഇന്റർവ്യൂ ബോർഡിൽ. അപ്പൊ അതൊക്കെ ഡിജിറ്റൽ പോർട്ട്ഫോളിയോയുടെ പ്രദർശനത്തിനൊക്കെയുള്ള അവസരം കൊടുക്കണം. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ, സ്വാഭാവിക അന്തരീക്ഷത്തിൽ കുട്ടികൾ എത്ര സന്തോഷവാന്മാരാണ്, ഇതൊക്കെ അറിയുമ്പോൾ പേരൻസിന് പൊതുവിദ്യാലയത്തിൽ കുട്ടിയെ വിട്ടതിനോട് അഭിമാനം തോന്നും അല്ലെ. ആ മികവുകൾ അവർ സ്വയം തിരിച്ചറിയും. ഇനി മികവുകൾ നമ്മൾ ഈ പോർട്ട്ഫോളിയോ പ്രദർശനം ചെയ്യുമ്പോൾ തന്നെ ഓരോ രക്ഷിതാവിനും തന്റെ കുട്ടി എവിടെ, മറ്റുള്ള കുട്ടികൾ എവിടെയെന്ന് കൃത്യമായി നമ്മൾ പറയാതെ തന്നെ മനസ്സിലാവും ഇല്ലേ. താരതമ്യം ചെയ്യേണ്ടി വരുന്നുണ്ടോ? നമ്മളൊരു താരതമ്യം നാണ്ട് അവൻ ഇങ്ങനെ ചെയ്യുന്നു, ഇവൻ നോക്കിക്കേ ഇവ ഇങ്ങനെയാണ് എന്ന് പറയേണ്ടി വരുന്നുണ്ടോ? മറിച്ച് രക്ഷിതാക്കൾ തന്നെ ഓരോ കുട്ടിയുടെയും പോർട്ട്ഫോളിയോ കാണുന്നുണ്ട്. അപ്പം നമ്മുടെ കുട്ടി എത്ര മികച്ചാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവന് ഇനി എത്രത്തോളം മറ്റുള്ളവരുടെ അടുത്തേക്ക് എത്താനുണ്ട് എന്ന ധാരണ ഈ പോർട്ട്ഫോളിയോ കാണുമ്പോൾ രക്ഷിതാവിന് സ്വയം ഉണ്ടായിക്കൊള്ളും. അത് കഴിഞ്ഞ് എന്തെങ്കിലും അധ്യാപികയ്ക്ക് എടുത്ത് കുട്ടിയെ കുറിച്ച് പറയണം എന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെ നമ്മുടെ കുഞ്ഞിനുള്ളെങ്കിൽ നമ്മൾ പരമാവധി കുറ്റങ്ങൾ പറയാതിരിക്കുക, ഒന്നും പറയാതിരിക്കുക. മറിച്ച് വീട്ടിൽ അവന് ശ്രദ്ധ വേണം. വീട്ടിൽ അവന്റെ എന്തെങ്കിലും കാര്യങ്ങളിൽ മാറ്റം വരുത്താനുണ്ടോ, അതുപോലെ അവന്റെ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങൾ എന്തെങ്കിലും വീട്ടിലൂടെ ശ്രദ്ധ ചെലുത്തി മാറ്റിയെടുക്കാനുണ്ടെങ്കിൽ നമുക്കവിടെ പറയാം. അല്ലാതെ കുട്ടിയുടെ പഠന മികവ് നമ്മുടെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മളുടേതാണ്. അതുകൊണ്ട് കുട്ടിയുടെ പഠന കാര്യങ്ങളിൽ അവൻ പിറകോട്ടാകുന്നതിന്റെ ഉത്തരവാദിത്വം ഒന്നും വീട്ടുകാരുടെ തലയിലേക്ക് വെച്ചു കൊടുക്കരുത്. അതിനുള്ള പരിഹാരങ്ങളാണ് നമ്മൾ പ്രതിക്രിയ അധ്യാപനത്തിലൂടെയും ക്രിയാ ഗവേഷണം നടത്തിയൊക്കെ പരിഹരിക്കേണ്ടത്. അപ്പോ ഇത്രയൊക്കെ കാര്യങ്ങൾ ഏകദേശം എല്ലാം അവിടെ പറഞ്ഞു എന്ന് കരുതുന്നു അല്ലെ. ഇപ്പൊ ക്ലാസ് PTA-യും കോർണർ PTA-യും പിന്നെ ജനറൽ PTA നമുക്കൊക്കെ അറിയാം, സ്കൂളിന്റെ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണത് അല്ലെ. അവിടെ ഭൗതികവും മറ്റുമായിട്ടുള്ള വികസനങ്ങൾ, കാര്യങ്ങൾ ഇതെല്ലാം അതിനകത്ത് വരും. അതിനി കൂടുതലായിട്ട് പറയണ്ട. പിന്നെ എന്താ ഉള്ളത് ഇനി പറയാൻ? മദർ PTA എന്ന ആശയം കൊണ്ടുവരാൻ തന്നെ കാരണം എന്താണ്? കുട്ടികളുടെ മിക്ക കാര്യങ്ങളിലും ഇടപെടുന്നത് അമ്മമാരായതുകൊണ്ടാണ് അല്ലെ. അമ്മമാരോളം കുഞ്ഞിനെ മനസ്സിലാക്കി ആരുമില്ല. കുഞ്ഞിന്റെ ആദ്യ തുടുപ്പ് മുതൽ കുഞ്ഞിനെ മനസ്സിലാക്കുന്നവരാണ് അമ്മമാര്. അതുകൊണ്ട് അവന്റെ ഓരോ മാറ്റവും തിരിച്ചറിയാൻ സാധിക്കുക അമ്മയ്ക്ക് തന്നെയാണ്.
അപ്പൊ അതുകൊണ്ടാണ് അമ്മമാരുടെ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ മദർ പി ടി എ കൊണ്ടുവരുന്നത്. മദർ പി ടി എയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാകും എന്ന് ചോദിച്ചാൽ, കുട്ടികളുടെ വികസനവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഒക്കെ സംഘടിപ്പിക്കാം, അല്ലെങ്കിൽ അവർക്ക് രക്ഷകർത്താക്കൾക്ക് അത് എന്താണ് ബോധവൽക്കരണ ക്ലാസ്സുകൾ അല്ലെങ്കിൽ പേരന്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത ക്ലാസ്സുകളൊക്കെ നമുക്ക് മദർ പി ടി എയിൽ കൊടുക്കാനാകും. പിന്നെ സ്കൂളിന്റെ മികവുകൾക്കും അക്കാദമികപരമായ മികവുകൾക്കും ഒക്കെ ഇവരുടെ സേവനം നമുക്ക് ഉറപ്പുവരുത്താനാകും. ഓരോ പ്രവർത്തനങ്ങളിൽ നമ്മളോടൊപ്പം നിൽക്കുന്നത് അമ്മമാരാണ്, സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ അല്ലെ. അപ്പൊ അവരെ അതിനായിട്ട് സജ്ജീകരിക്കാനാകും. അവർക്കുള്ള ബോധന ക്ലാസ്സുകൾ അവർക്ക് അങ്ങോട്ട് കൊടുക്കാനാകും. അവരുടെ സേവനങ്ങൾ സ്കൂളിന് ഇങ്ങോട്ട് സ്വീകരിക്കാനാവും അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. പിന്നെ കുട്ടികളുടെ ശാരീരിക മാറ്റങ്ങളെ കുറിച്ച്, അവർക്കുണ്ടാവുന്ന പിന്നെ ഓരോ സമയത്തെയും മാറ്റങ്ങളെ കുറിച്ച് അധ്യാപികയ്ക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വ്യക്തി അവരുടെ അമ്മയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ലൈംഗിക വിദ്യാഭ്യാസമാണ്, സെക്ഷൽ എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ അത് നമുക്ക് അമ്മമാര് വഴി കുട്ടികളിലേക്ക് എത്തിക്കുകയാണ് എളുപ്പം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറയില്ലാതെ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നത് അമ്മമാരോടാണ്. നമുക്കറിയാം പൊതുവിദ്യാലയങ്ങളിൽ കൂടുതലും അധ്യാപികമാരാണ്, അതാണ് സത്യം അല്ലെ. അധ്യാപികമാർക്ക് കൂടുതൽ കാര്യവും പിന്നെ കണക്ട് ചെയ്ത് നന്നായി പറയാൻ സാധിക്കുക അമ്മമാരോടായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു വിഷയമില്ല, എങ്കിലും മിക്ക അധ്യാപകർക്കും അങ്ങനെയായിരിക്കും. അവർക്കൊരു എന്താണ് ഇങ്ങനെ പറയാൻ ഓപ്പോസിറ്റ് ജെൻഡറിനോട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള അധ്യാപകർ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഒരാളും അങ്ങനെ ആകരുതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. മനുഷ്യരായി മനുഷ്യരെ കാണാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോ കോണ്ടെക്സ്റ്റ് ശരിയല്ല, എന്നാലും ഞാൻ പറയാം. ഞാൻ ഏറ്റവും നന്നായി ആലോചിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. എൻ്റെ ജീവിതത്തിലെ 3 പുരുഷന്മാർക്ക് അപ്പുറം, അതായത് 3 പുരുഷന്മാർ, ഒന്ന് അച്ഛൻ, ഒന്ന് എൻ്റെ ഭർത്താവ്, ഒന്ന് എൻ്റെ മോൻ. ഈ 3 പുരുഷന്മാർക്ക് അപ്പുറം ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അയാളുടെ മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല. അത് മോനെ പ്രസവിക്കുന്ന സമയത്ത്, ആ ഡെലിവറി സമയത്ത് ആ മേശയിൽ കിടക്കുമ്പോൾ എൻ്റെ കയ്യിൽ എന്നെ ഇങ്ങനെ ഒന്ന് തടവിയ, അതായത് സഹോദര സ്നേഹത്തോടെ, അല്ലെങ്കിൽ പോട്ടെ സാരമില്ല എന്ന അർത്ഥത്തില് ഒരു ടച്ച്. നമുക്ക് ഗുഡ് ടച്ചും ബാഡ് ടച്ചും അറിയാം അല്ലെ. അപ്പൊ ആ സ്നേഹത്തോടെ തടവിയ ഒരാള്, അതായത് നമുക്ക് അനസ്തീഷ്യ എടുക്കുമല്ലോ, ആ ഡോക്ടറിന്റെ കൂടെയുള്ള അവരുടെ ഹെൽപ്പറായിട്ട് നിന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന് മുഖം പോലും അറിയില്ല. മാസ്ക് മാറ്റി അവിടെ നിന്ന മറ്റൊരു ടെക്നീഷ്യനുണ്ട്. അതിനേക്കാൾ അദ്ദേഹം മാസ്ക് ഒക്കെ വെച്ച് വളരെ കംഫർട്ടായിട്ട്, നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേജ് ആണ് അതല്ലേ, നമുക്ക് അനസ്തേഷ്യയുടെ ഇഞ്ചക്ഷൻ എടുക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതെന്താണ് പിന്നെ ഈ മനുഷ്യരെ എല്ലാവരെയും നമ്മൾ മനുഷ്യരായി കാണുമ്പോൾ വലിയ ബുദ്ധിമുട്ട് വരില്ല എന്നത് വെച്ച് ഞാൻ പറഞ്ഞതാണ്. ഞാൻ അത്രയും ഓർക്കുന്ന ഒരാളുണ്ട് എന്ന് നിങ്ങളോട് പറയണം എന്ന് തോന്നി. അതുപോലെ പലരും കംഫർട്ട് അല്ലാതെ വരുന്നു. നമ്മൾ ചില സിറ്റുവേഷനിൽ പെട്ടുപോകുമ്പോൾ എല്ലാ മനുഷ്യരും മോശമാണെന്ന് ചിന്തിക്കാതെ, നമ്മുടെ അച്ഛൻ, നമുക്ക് അച്ഛനുണ്ട്, നമുക്ക് ഭർത്താവുണ്ട്, നമുക്ക് മകനൊക്കെ ഉണ്ട്. അപ്പൊ അവരെ പോലെ സ്വഭാവമുള്ള ആളായിരിക്കാം എതിരി നിൽക്കുന്നത്. എല്ലാവരെയും കയറി അങ്ങ് അവിശ്വസിക്കരുത്, അന്ധമായി വിശ്വസിക്കുകയും ചെയ്യരുത്. അധ്യാപകരാകുമ്പോൾ മനുഷ്യരെ മനുഷ്യരായി മാത്രം കാണുക, ലിംഗവ്യത്യാസമില്ലാതെ കണ്ട് കാര്യങ്ങൾ തുറന്നു സംസാരിക്കാൻ നമുക്ക് കഴിയണം. പിന്നെ അടുത്ത ടോപ്പിക്ക് ആരാ? SMC എന്ത് ചെയ്യും? അഞ്ജലി, ഇത്രയൊക്കെ പോലെ PT ഓക്കെ ആയില്ലേ? അഞ്ജൻ ടീച്ചർ. ഞാനിന്ന് പറയാൻ പോകുന്നത് SMC യെ കുറിച്ചാണ്. SMC പൂർണ്ണമായ രൂപം സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി എന്നാണ്. ഈ PTയിൽ നിന്ന് SMC എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം PTയിൽ വരുന്നത് സ്കൂളിലെ എല്ലാ അധ്യാപകരും രക്ഷിതാക്കളുമാണ്. എന്നാൽ SMCയിൽ വരുന്നത് സ്കൂളിലെ തിരഞ്ഞെടുക്കപ്പെട്ട രക്ഷിതാക്കളും തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകരും പിന്നെ നമ്മുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ആ പഞ്ചായത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ വാർഡ് മെമ്പർ, ഏത് വ്യക്തിയുമാകാം. അങ്ങനെ ഏതെങ്കിലും ഒന്ന് രണ്ട് വ്യക്തികൾ അടങ്ങുന്നതാണ് SMCയിൽ വരുന്നത്. ഈ SMCയിൽ ഇവരെ കൂടാതെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഏതെങ്കിലും വിദ്യാഭ്യാസ വിദഗ്ധരെയോ അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകർ പറയുന്ന
സംസ്ഥാന ഗവൺമെന്റ്, മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയൊക്കെ സ്കൂളിനായി നൽകുന്ന ഫണ്ട് എങ്ങനെ വിനിയോഗിക്കുന്നു, ഏത് ആവശ്യങ്ങൾക്കാണ് നാം വിനിയോഗിക്കേണ്ടത് എന്നൊക്കെയുള്ളതിൽ തീരുമാനമെടുക്കുന്നതിന് SMC ചുമതലയായിട്ട് പറയുന്നു. നന്നായി പറഞ്ഞു കേട്ടോ, മിടുക്കിയായിട്ട് നന്നായിട്ട് പറഞ്ഞു. ഇനി SMCയുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ SMCയുടെ കാര്യങ്ങള്. പിന്നെ അതിനകത്ത് കൂട്ടിച്ചേർക്കലുകൾ നടത്താനുള്ളത് ഞാൻ പറയാം. ഓക്കെ, ഞാൻ ഈ സ്ക്രീൻ ഒന്ന് പറഞ്ഞോ. SMC കമ്മിറ്റി ജീവനാന്തമല്ല, അത് 2 വർഷത്തേക്കാണോ എന്ന എനിക്കൊരു സംശയമുണ്ട്. നമുക്കത് നോക്കിയിട്ട് പറയാം. അഞ്ജൻ ടീച്ചറെ എന്തെങ്കിലും ധാരണയുണ്ടോ? രക്ഷിതാക്കൾ സ്കൂളിൽ നിന്ന് TC വാങ്ങിയിട്ട് ഏതെങ്കിലും കുട്ടികൾ പോകുമ്പോൾ ആ രക്ഷിതാക്കൾ ഈ SMCയിൽ അംഗങ്ങളായിട്ടുണ്ടെങ്കിൽ അവർ ഇതിൽ നിന്ന് പിന്മാറേണ്ടതാണ് എന്നാണ് അവർ പറയുന്നത്. 2 വർഷം എന്ന് തന്നെയാണ്. അപ്പോ ഓക്കെ അല്ലേ? അപ്പൊ 2 വർഷത്തേക്കാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. SMC സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയാണ്. SMCയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ആരുമാവാം, അതായത് സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ തയ്യാറായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളെയാണ് SMCയിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുക. അവര് കൂടുതലായ അക്കാദമിക പ്രവർത്തനങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. അതിൽ 50% സ്ത്രീകളാണെന്ന് പറയുന്നു, സ്ത്രീകളാവണമെന്ന്. ഇതുപോലെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഞാനൊരു HMOയായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹവും ഇത് തന്നെയാണ് പറഞ്ഞത്. എണ്ണം എന്ന് പറയുമ്പോൾ അത് ഇത്രയും എണ്ണമൊന്നും നമുക്ക് പറയാനാകില്ല. എണ്ണം കുറഞ്ഞ സ്കൂളുകളിൽ അതിനനുസരിച്ചുള്ള കമ്മിറ്റി അംഗങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുണ്ട്. അപ്പൊ ഇവര് എന്തിനാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ SMCയും SSGയും ഒക്കെ നമ്മൾക്ക് ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. സ്കൂളിന്റെ വികസനം, നമ്മൾ പറഞ്ഞ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമൊക്കെ വന്നപ്പോ പൊതുസമൂഹമാണ് സ്കൂളിന്റെ വികസനത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് അല്ലെ. ഗവൺമെന്റ് മാത്രമായിരുന്നുവെങ്കിൽ ഇത് സാധ്യമാകില്ല, എയ്ഡഡ് മേഖലയൊന്നും വികസിക്കില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മളെക്കാൾ അറിവുള്ള അല്ലെങ്കിൽ കഴിവുള്ള വ്യത്യസ്ത മേഖലയിൽ കഴിവുള്ള ആളുകളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ സേവനം നമുക്ക് SMC വഴി ഉറപ്പാക്കാനാകും. ഇപ്പൊ അഞ്ജൻ ടീച്ചർ വ്യക്തമായി പറഞ്ഞു അല്ലെ, അക്കാദമിക കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു അക്കാദമിക പ്ലാൻ ഒക്കെ തയ്യാറാക്കുമ്പോൾ അവരുടെ ആശയങ്ങൾ കൂടി ഉൾപ്പെടുത്തി, അതുപോലെ ഫണ്ട് വളരെ സുതാര്യമായിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ ഇത് സഹായിക്കും. അതായത് ഇപ്പൊ ഒരാളുടെ കയ്യിലാണ് ആധിപത്യമെങ്കിൽ അയാൾക്ക് ആരെയും ബോധിപ്പിക്കേണ്ടി വരില്ല അല്ലെ. HM മാത്രമാണ് ഇതെല്ലാം നോക്കുന്നത് എങ്കിൽ, 1-2 പേരേ ഉള്ളൂ എങ്കിൽ അയാൾക്ക് 1-2 പേരെ മാത്രം നോക്കിയാൽ മതി ഏതൊരു മേഖലയിലാണെങ്കിലും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ HMന് മാത്രമല്ല അധികാരമുള്ളത് അല്ലെ, ബാക്കി എല്ലാവരും ഉണ്ട്. ഈ വിവരാവകാശമൊക്കെ വന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ പോലെ ഇവിടെ നമുക്ക് ഒരുപാട് പേരെ ബോധിപ്പിക്കേണ്ടി വരും. കമ്മിറ്റി അംഗങ്ങളുടെ പിന്നെ കൃത്യമായ കൺസെന്റോട് കൂടിയേ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനും ആവുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് SMC. ഓക്കെ ആയോ? ഇതിൽ നിന്ന് കൂടുതൽ ചോദ്യം വരില്ല. SMCയും PTA ഒന്നാണോ എന്ന ചോദ്യം വരും. കാര്യം ഇത് പലയിടത്തും ഇതൊന്നാണ്, ഇനി മുതൽ SMC എന്നുള്ള രീതിയിൽ പലതും കണ്ടതുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം വരാനും സാധ്യതയുണ്ട്. SMCയും PTA ഒന്നാണോ? ആണോ? അല്ല, രണ്ടാണെന്ന് ഇനിയിപ്പം വ്യക്തമായിട്ട് നമുക്ക് പറയാനാകും. അതുമല്ല പിന്നെ SMC എന്തിനാണ് എന്ന് PTA നിന്ന് കുറച്ചുകൂടി, PTA പേരന്റും ടീച്ചറും ആണ് അല്ലെ, പേരന്റും ടീച്ചറും കൂടിയുള്ള അസോസിയേഷൻ ആണ്, പുറത്തു നിന്നുള്ള ആളുകളില്ല. ഇവിടെ അങ്ങനെയല്ല. ഇനി എന്താണ് SSG, സ്കൂൾ സപ്പോർട്ട് ഗ്രൂപ്പ്? കേട്ടിട്ടില്ല? ഈ സ്കൂൾ മാനേജ്മെന്റ് ഗ്രൂപ്പിലെയും സ്കൂൾ സപ്പോർട്ട് ഗ്രൂപ്പിലെയും ആളുകളെ നമുക്ക് സ്കൂളിന്റെ ഇപ്പൊ ടാലന്റ് ലാബിന്റെ പ്രവർത്തനത്തിനും ഒക്കെ ഇവരുടെ ശേഷികൾ നമുക്ക് പ്രയോജനപ്പെടുത്താം അല്ലെ. SSG എന്ന് പറഞ്ഞാൽ സ്കൂൾ സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കൂടുതൽ അതിൽ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ വരും.
അതുപോലെ തന്നെ പ്രദേശവാസികളൊക്കെ വരും. ഇങ്ങനെയുള്ള മറ്റൊരു ഗ്രൂപ്പാണിത്, സ്കൂൾ സപ്പോർട്ട് ഗ്രൂപ്പ്. അത് സ്കൂളിന്റെ വികസനത്തിന്, പൊതുവായ വികസനത്തിനൊക്കെ കൂടെ നിൽക്കുന്ന, അതിന് സാമ്പത്തികമൊക്കെ നൽകി സഹായിക്കാനൊക്കെ മനസ്സുള്ള കുറച്ച് ആളുകളുടെ ഗ്രൂപ്പാണത്. സാമ്പത്തികം മാത്രമല്ല, ഫ്രീ ക്ലാസ്സുകൾ എടുക്കാനും ഒക്കെ കഴിവുകളുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ SSG എന്ന് പറയുന്നത് കേട്ടോ. അതിനെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു നിർവചനമായി ഞാനിപ്പോ പറയുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. സ്കൂളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് കൂടെ കൂട്ടാനാകുന്ന സ്കൂളിന്റെ അഭ്യുദയകാംക്ഷികളായ ആളുകളുടെ ഒരു ഗ്രൂപ്പാണ് SSG എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് അക്കാദമിക തരത്തിൽ ഉപയോഗിക്കാം, സ്കൂളിന്റെ ഭൗതിക സാഹചര്യത്തിനെ മെച്ചപ്പെടുത്തലിന് ഉപയോഗിക്കാം. നിർബന്ധിച്ച് ആരെയും നമ്മൾ ഇങ്ങോട്ട് ചേർക്കുകയല്ല. അവിടെ പിന്നെ സ്കൂളിനെ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അവരുടേതായ സേവനങ്ങൾ ചെയ്യാം, ഫണ്ടുകൾ നൽകാം, അത് അല്ലാതെ ഈ ക്ലാസ്സുകൾ എടുത്ത് സേവനം ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ. ഇത്തരം കമ്മിറ്റികൾ ഉണ്ട് എങ്കിൽ, നമ്മളിപ്പോ ഒരു ശില്പശാലയൊക്കെ സംഘടിപ്പിക്കുന്നു, ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ എടുക്കാൻ ആളുകൾ ഉണ്ടാവും, ഉണ്ടാകില്ലേ? നമുക്ക് എപ്പോഴും ഫണ്ട് കൊടുക്കാനുണ്ടാവുമോ? പൊതുവിദ്യാലയത്തില് എല്ലാം ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇടാൻ പറ്റുമോ? അതും പറ്റില്ല. നമ്മുടെ ഉള്ള ഫണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ ഒക്കെ ഉള്ളതേ ഉണ്ടാവുകയുള്ളൂ. ടീച്ചേഴ്സിന്റെ കയ്യിലുള്ള ഫണ്ടും അങ്ങനെ പല സഹായങ്ങൾക്ക് നമ്മളൊരു സ്കൂളിലേക്ക് ചെന്ന് കയറുമ്പോൾ അറിയാം. അതെ അതെ, ക്യാമ്പുകൾക്ക്, അങ്ങനെ ശില്പശാലകൾക്കൊക്കെ നമുക്ക് ഇവരെ ഉപയോഗിക്കാം. ഇനി അടുത്തത് ആരാണ്? ഇതെല്ലാം പറയാൻ ടീച്ചറെ. അല്ല, ക്ലബുകളല്ല, അല്ലാതെ സപ്പോർട്ടിംഗ് ഗ്രൂപ്പുകൾ. അതിന് എന്തോ വിദ്യാലയ പിന്തുണാ സംവിധാനങ്ങൾ. വിദ്യാലയ പിന്തുണാ സംവിധാനങ്ങൾ ഏതൊക്കെയെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കതൊക്കെ പറയാം. PTA-യും പിന്നെ MPTA-യും SMC-യും SRG-യും ഒക്കെ നമുക്ക് അതിനകത്ത് പറയാം. പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, സ്കൂളിന്റെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ളത്. അത് ഞാൻ കണ്ടു, പക്ഷെ കൂടുതലായിട്ട് കാണാത്തത് കൊണ്ട് ഞാനും പിന്നെ അതങ്ങ് വിട്ടു. കാര്യം അതൊന്നും പറഞ്ഞോ ടീച്ചർ. സ്കൂൾ പ്രൊട്ടക്ഷൻ വീഡിയോ ഓൺ ആക്കി ടീച്ചറെ, വീഡിയോയും കൂടെ. സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലെ ഹെഡ് മാസ്റ്ററും PTA പ്രതിനിധി, അധ്യാപക പ്രതിനിധി, പോലീസ് ഉദ്യോഗസ്ഥർ, സ്കൂൾ ലീഡർ, വാർഡ് മെമ്പർ എന്നിവരാണ് ഉണ്ടായിരിക്കുന്നത്. കുട്ടികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുക, കുട്ടികളുടെ ലഹരി ഉപയോഗം തടയുക, കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുക, സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുക, ഉന്നത വിദ്യാഭ്യാസത്തിന് ഗൈഡൻസ് നൽകുക എന്നിവയാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ പ്രധാന ലക്ഷ്യം. അത് ഹൈസ്കൂൾ തലത്തിലാണോ ടീച്ചറെ? പോലീസ് ഉദ്യോഗസ്ഥൻ എന്നേയുള്ളോ? പദവി ഉണ്ടോ പ്രത്യേകിച്ച്? ഇല്ല ഇല്ല, അതെ അതെ, ഉദ്യോഗസ്ഥർ. അപ്പൊ ഇത് സ്കൂൾ എന്താണ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി, ജാഗ്രതാ സമിതി ആയിരിക്കും ടീച്ചറെ. സ്കൂൾ ജാഗ്രതാ സമിതി ആകാനാണ് സാധ്യത. അതിന്റെ മലയാളം നമുക്ക് നോക്കാം, നോക്കിയിട്ട്. അതെന്താ സംഭവം? അപ്പൊ പ്രദേശവാസികളെയും കൂടി ഉൾപ്പെടുത്തി ഉള്ളതാണോ? വാർഡ് മെമ്പർ, PTA, മദർ PTA എന്നിവരെല്ലാം ഇതിൽ അംഗങ്ങളായി. സ്കൂളുകളിലെല്ലാം സ്കൂൾ ജാഗ്രതാ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. 12 അംഗങ്ങളുള്ള ഒരു സമിതിയാണ്. അതിന്റെ പ്രവർത്തനം പെട്ടെന്ന് ഞാൻ ഓർത്തില്ല. അതിന്റെ പ്രവർത്തനം ഈ ലഹരി വസ്തുക്കൾക്കെതിരെയൊക്കെയുള്ള പ്രവർത്തനങ്ങളും ജാഗ്രതാ സമിതിയുടെ ഭാഗമായിട്ടും ഒക്കെ നടത്തി വരാറുണ്ട്. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി അടുത്തുള്ള കച്ചവടക്കാരുമായിട്ടൊക്കെ സംസാരിച്ച് അവരുടെയും കൂടെ സഹായമൊക്കെ ഉൾപ്പെടുത്തിയൊക്കെയുള്ള കാര്യങ്ങൾ നടത്താറുണ്ട്. സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാമെങ്കിൽ അഡീഷണൽ പോയിന്റുകൾ പറയാം.
പക്ഷെ നമ്മൾ പോകുന്നിടത്തൊന്നും ഇതൊന്നും നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ല എന്നുള്ളതാണ്. ഇന്റർവ്യൂവിന്റെ ഈ ഒരു സെക്ടറിലോട്ട് വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്ന് അറിയുന്നത്. സ്കൂളുകളിൽ ജോലി ചെയ്തിട്ടുള്ളപ്പോൾ പോലും നമ്മൾ പലതും അറിഞ്ഞിട്ടില്ല. SRG SSG ഒക്കെ നമ്മൾ അറിയുന്നുവെങ്കിൽ അതൊന്നും നടപ്പിലാക്കി കണ്ടിട്ടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇതിനൊന്നും ഒരു നിർബന്ധം കാണുന്നില്ല എന്നുള്ളത്. റിപ്പോർട്ടുകളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ഇതെല്ലാം വെറും റിപ്പോർട്ടിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നു. ക്ലബ് ആക്ടിവിറ്റീസ് പോലും റിപ്പോർട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പല സ്കൂളുകളും ഉണ്ട്. ഡെയിലി വേജ് ഒക്കെ ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് പരിമിതി ഉണ്ടാകും. പക്ഷെ നമ്മളൊരു ടീച്ചർ ആണെങ്കിൽ അത് ഏറ്റെടുത്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. മറ്റുള്ളവർ ചെയ്യുന്നോ ഇല്ലയോ എന്ന് നോക്കാതെ നമുക്ക് ചെയ്യാൻ കഴിയും. ഇനി ടോപ്പിക് എടുക്കാൻ ടീച്ചർ ആ ക്യാമറ ഒന്ന് താത്തി പോയി, എന്നും ഫാൻ കറങ്ങുന്നതാ കാണുന്നത്. അങ്ങനെ നാളെ ഹസ്ബൻഡ് ഇടയ്ക്ക് എന്റെ ഹസ്ബൻഡ് ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ വരും, ഒളിഞ്ഞിങ്ങനെ നോക്കും ക്ലാസ് ഒക്കെ. ഇത് ഫാൻ മാത്രം ഇരുന്ന് കറങ്ങുന്ന ആളെന്ത് ചെയ്യും? ഓക്കെ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 സ്കൂൾ തലം മുതൽ കോളേജ് തലം വരെ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് NEP 2020 വന്നത്. അപ്പോൾ സ്കൂൾ തലം മുതൽ കോളേജ് തലം വരെയുള്ള ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. ഇനി ഇന്ത്യയെ ഒരു ആഗോള വിജ്ഞാന സൂപ്പർ പവർ ആക്കുക എന്ന വേറൊരു ലക്ഷ്യം കൂടി ഇതിനുണ്ട്. 2020 മറ്റൊരു ലക്ഷ്യം ഇന്ത്യയെ ഒരു ആഗോള സൂപ്പർ പവർ ആക്കുക. NEP 2020 വരുന്നതിന് മുന്നേ വന്ന രണ്ട് പദ്ധതിയാണ് 1968ലെയും 1986ലെയും പദ്ധതി. ഈ പദ്ധതി 2015 ഒരു കൺസൾട്ടേഷൻ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് PSR സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന വ്യക്തി. PSR സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ 2015 ഈ പദ്ധതി ഒരു കൺസൾട്ടേഷൻ പ്രക്രിയ ആരംഭിച്ചു. എന്നാൽ 2019 ജൂണിലാണ് ഡോക്ടർ കസ്തൂരി രംഗന്റെ ഇതിന്റെ NEP-യുടെ ഒരു കരട് മന്ത്രിസഭയിൽ അവതരിപ്പിച്ചു. ഇത് 2020 ജൂലൈ 29 ഇത് പ്രമേയമായി പാസ്സാക്കി. അതായത് നിലവിൽ വന്നു എന്നർത്ഥം. അപ്പോൾ 2019 ജൂണിൽ അവതരിപ്പിച്ചു എങ്കിലും 2020 ജൂലൈ 29 ഇത് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിക്കുന്നത്. ഇതിന് കുറെ ശുപാർശകൾ പറയുന്നുണ്ട്. ആ ശുപാർശകൾ പ്രകാരം വിദ്യാഭ്യാസത്തിനുള്ള സംസ്ഥാന ചെലവ്, അതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് സംസ്ഥാന ചെലവാണ്, കേന്ദ്ര ചെലവാണ്. സംസ്ഥാന ചെലവ് ഇപ്പോൾ 4%, അത് 6%. അതുപോലെ അടുത്തത് 5ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും മാതൃഭാഷ നിർബന്ധമായി പഠിക്കണം. 8ാം ക്ലാസ് വരെ നിർബന്ധമാണ്, വേണമെങ്കിൽ 8ാം ക്ലാസ് വരെ ആക്കാമെന്ന് പറയുന്നത്. എന്നാൽ സെക്കൻഡറി തലം ആകുമ്പോൾ വിദേശ ഭാഷകളും സംസ്കൃതവും ഒക്കെ കുട്ടികൾ പഠിക്കണമെന്ന് അവർ പറയുന്നു. പിന്നെ മൂന്നാമത്തെ ശുപാർശ എന്ന് പറയുമ്പോൾ 10+2 എന്ന ഒരു ഘടനയാണ് ഇപ്പോൾ വരുന്നത്. നമ്മൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ, പിന്നെ +1+2 അങ്ങനെയുള്ള ഒരു ഘടനയാണ് വരുന്നത്. അതില് അപ്പോൾ LKG UKG എന്നുള്ളത് നമ്മൾ വേറെ പ്രീ പ്രൈമറി സെക്ഷനിലാണ് ഇപ്പൊ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഇതില് ഇപ്പൊ പുതിയ ഇവര് മാറ്റം കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാല് 5+3+3+4 എന്നുള്ള ഒരു ഘടന കൊണ്ടുവന്നു. നിലവില് ആറാം വയസ്സിലാണ് നമ്മൾ 1ാം ക്ലാസ്സിൽ ചേർക്കുന്നത്. എന്നാൽ ഈ NEP 2020 പറയുന്നത് 3 വയസ്സിൽ തൊട്ടുള്ളത് സ്കൂൾ വിദ്യാഭ്യാസം എന്നുള്ള രീതിയിൽ പോകണമെന്നാണ്. അപ്പോൾ അവർ പറയുന്ന 5+3+3+4 എന്ന ഘടനയില് വയസ്സ് തുടങ്ങുന്നത് ആദ്യത്തെ പ്രീ പ്രൈമറി ഘട്ടം എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ. ആദ്യത്തെ ഘട്ടം 3 വയസ്സ് മുതൽ
ക്ലാസ് ഒന്നും പറയുന്നില്ല, അത് ഞാൻ തിരിച്ചു വെച്ചതാ. പിന്നെ മൂന്നാമത്തെ തയ്യാറെടുപ്പ് ഘട്ടം 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. അവിടെ 6-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 8-ാം ക്ലാസ് നിലവിലെ ക്ലാസ്സുകളുടെ അടിസ്ഥാനം പറയുന്നു. പിന്നെ സെക്കൻഡറി ഘട്ടം അവിടെ 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെ. 14 മുതൽ 18 വയസ്സ് വരെ 9-ാം ക്ലാസ്, 10-ാം ക്ലാസ്, 11-ാം ക്ലാസ്, 12-ാം ക്ലാസ്. അപ്പോൾ 4 ഘട്ടം 5+3+3+4. അതിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വയസ്സ് LKG, UKG, 1, 2 അങ്ങനെ 5 ഘട്ടമാണ്. 5 വരെ. അടുത്ത 3 ഘട്ടം വരുന്നത് 3-ാം ക്ലാസ്, 4-ാം ക്ലാസ്, 5-ാം ക്ലാസ്. അടുത്ത 3 ഘട്ടം അവർ പറയുന്നത് 6-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 8-ാം ക്ലാസ്. അടുത്ത 4 എന്ന് പറയുന്നത് 9, 10, 11, 12. ക്ലിയർ ആയോ? അത്രേ. ലാസ്റ്റ് അതെ, ഘട്ടങ്ങൾ നമുക്ക് പറയേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് ഒന്നുകൂടെ ചോദിച്ചു. ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ 5+3+3+4. 5 അധികം 3 അധികം 3 അധികം 4. അതിൽ പ്രീ പ്രൈമറി ഘട്ടമാണ് ഒന്നാമത്തെ ഘട്ടം. പ്രീ പ്രൈമറി ഘട്ടം അതിൽ 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ. 8 വയസ്സ് വരെ. രണ്ടാമത്തത് അടിസ്ഥാന ഘട്ടം. അതിൽ 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെ. അടുത്തത് തയ്യാറെടുപ്പ് ഘട്ടം 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. അടുത്തത് സെക്കൻഡറി ഘട്ടം 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെ. അവർ ഈ വയസ്സ് കണക്ക് മാത്രമേ NEP-യിൽ പറയുന്നുള്ളൂ. പക്ഷെ നമ്മളുടെ ഇപ്പൊ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ആദ്യത്തെ 3 മുതൽ 8 വയസ്സ് വരെ പറയുമ്പോൾ ആദ്യം 3 വയസ്സ് അംഗനവാടിയിൽ നമ്മൾ വിടുന്ന പ്രായം. പിന്നെ LKG, UKG, 1, 2. അതാണ് 5 ഘട്ടം, 5 ക്ലാസ് വരെ ആവുന്നത്. പിന്നെ 3, 4, 5 അടുത്ത 3 വർഷം. 6, 7, 8 അടുത്ത 3 വർഷം. 9, 10, 11, 12 അടുത്ത 4 വർഷം. ഓക്കെ അല്ലേ? പ്രീ പ്രൈമറി ഘട്ടം എന്നാണ് പറയുന്നത്. അതെ, പ്രീ പ്രൈമറി ഘട്ടം എന്നാ പറയുന്നത്. ഈ 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ ഉള്ളതിന് പ്രീ പ്രൈമറി ഘട്ടം. അടുത്ത അവസാനത്തെ 3 പറയണോ? ലാസ്റ്റ് തയ്യാറെടുപ്പ് ഘട്ടം 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. തയ്യാറെടുപ്പ് ഘട്ടം 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. അടുത്ത സെക്കൻഡറി ഘട്ടം 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെ. ഇത് നമുക്ക് NEP ചോദിക്കുമ്പോൾ പ്രധാനമായിട്ട് പറയേണ്ടിയുള്ള ഒരു കാര്യമായതുകൊണ്ട് അത് എടുത്തു പറഞ്ഞത്. ഇതിന്റെ ഒരു പ്രധാന കാര്യമായിട്ട് പറയുന്നത് ഈ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മളിപ്പം പ്രീ പ്രൈമറി ഘട്ടം അല്ലെങ്കിൽ അംഗൻവാടി ഉൾപ്പെടെ ഉള്ള ഒരു ഘട്ടമായിട്ടല്ലേ മാറ്റിയേക്കുന്നത്. അവരെയും കൂടി സ്കൂളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതാണ് NEP-യുടെ ഒരു പ്രത്യേകത. പിന്നെ 3, 5, 8 ക്ലാസ്സുകളിൽ മാത്രമേ പരീക്ഷയുള്ളൂ. ഈ ഒരു രീതി അനുസരിച്ച് 3, 5, 8 ക്ലാസ്സുകളിലെ പരീക്ഷയുള്ളൂ. ബാക്കിയുള്ളവർക്ക് മൂല്യനിർണ്ണയ ശൈലിയാണ്. അതിലാണ് പിന്നെ വിശകലനം നടത്തും, വിമർശനാത്മക ചിന്ത നോക്കും, ആശയപരമായ വ്യക്തത നോക്കും. ഇതൊക്കെ നോക്കിയാണ് മൂല്യനിർണ്ണയം നടത്തുന്നത്. അന്നേരം പരീക്ഷ ഉള്ള ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ 3, 5, 8 ക്ലാസ്സുകളിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിലവിലുള്ളത് പോലെ 10, 12 ക്ലാസ്സുകളിൽ പരീക്ഷ, അതായത് ബോർഡ് പരീക്ഷ നടത്തുമെങ്കിലും ഇതിന് പേര് മാറ്റം വരും. 10, 12 ക്ലാസ്സുകളിൽ ബോർഡ് പരീക്ഷ നടത്തുമെങ്കിലും നിലവിലുള്ളതിൽ നിന്ന് ഒരു സമഗ്ര വികസനം കൊണ്ടുവന്ന് ഇതിന്റെ മാനദണ്ഡങ്ങൾ പറയുന്നത് പരാതി എന്ന് പറയുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ സംഘടന അതിന്
പാഠ്യേതര തൊഴിൽ എന്നുള്ള ഒരു ഇല്ലാതെ അവിടെ എത്തിക്കാം. പിന്നെ IIT പോലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശാസ്ത്രവും കലയും മാനസിക വിഷയങ്ങളും പഠിക്കാനുള്ള അവസ്ഥ ഉണ്ടാകും. IIT പോലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശാസ്ത്രം, കല, മാനസിക വിഷയങ്ങൾ എന്നിവ പഠിക്കാനുള്ള അവസരവും കുട്ടികൾ കിട്ടുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? കുറച്ച് മനസ്സിലാകുന്നുണ്ടോ? പിന്നെ MPhil കോഴ്സുകൾ എടുത്തു കഴിഞ്ഞു. ഇപ്പൊ നിലവിലുള്ള MPhil കോഴ്സുകൾ നിർത്തലാക്കുമെന്ന് പറയുന്നു. പിന്നെ ഉന്നത വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്നതിനായി ഒരു ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ കൊണ്ടുവരും. ഉന്നത വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്നതിനായി ഒരു ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ കൊണ്ടുവരും. അതിനെ HECL എന്ന പേരിൽ നമുക്ക് ഷോർട്ടിൽ വിളിക്കാം. ഹയർ എഡ്യൂക്കേഷണൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇതിന് 4 ഉപവിഭാഗങ്ങളുണ്ടാവും. ഒന്നാമത്തത് ദേശീയ ഉന്നത വിദ്യാഭ്യാസ റെഗുലേറ്ററി കൗൺസിൽ. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്നതിനായി ഒരു ഉന്നത കൗൺസിൽ കൊണ്ടുവരും. ആ കൗൺസിൽ 4 ഉപവിഭാഗങ്ങളാണ് നിയന്ത്രിക്കുന്നത്. ഒന്നാമത്തെ ഉപവിഭാഗമാണ് ദേശീയ ഉന്നത വിദ്യാഭ്യാസ റെഗുലേറ്ററി കൗൺസിൽ. അവരുടെ ചുമതല എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒക്കെ നിയന്ത്രണമാണ്. ദേശീയ ഉന്നത വിദ്യാഭ്യാസ റെഗുലേറ്ററി കൗൺസിലിന്റെ ജോലി ഇതെല്ലാം നിയന്ത്രിക്കും. രണ്ടാമത്തെ വിഭാഗം പൊതുവിദ്യാഭ്യാസ കൗൺസിൽ. അവര് ഇതിനാവശ്യമായ മാനദണ്ഡങ്ങളെ ചെയ്യും. പൊതുവിദ്യാഭ്യാസ കൗൺസിൽ. പിന്നെ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ ഗ്രാന്റ് കൗൺസിൽ. ഈ ഗ്രാന്റ് കൗൺസിലാണ് ധനസഹായങ്ങളൊക്കെ നൽകുന്നത്. നാലാമത്തേതാണ് ദേശീയ അക്രഡിറ്റേഷൻ കൗൺസിൽ. അവരാണ് ഇതിന് അംഗീകാരം നൽകുന്നത്. അങ്ങനെ 4 ഉപവിഭാഗങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്നതിനായി കൊണ്ടുവരുന്ന കൗൺസിലിലുള്ളത്. ഓക്കെ അല്ലേ? കേൾക്കുന്നില്ലയോ? NEP 2020 ചില വിമർശനങ്ങൾ പറയുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം അവർ പറയുന്നുണ്ടെങ്കിലും കുറച്ച് വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങൾ എന്ന് പറയുന്നത് സോഷ്യലിസം, സെക്യുലറിസം എന്നിവയിൽ ഇത് പരാമർശിക്കുന്നില്ല. പിന്നെ കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് മാത്രം ചെയ്യാവുന്ന വിദ്യാഭ്യാസം, അതായത് നമ്മുടെ വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയത് കഴിയുന്നില്ല. പക്ഷേ അത് കണക്കാക്കാതെ ഒരു കേന്ദ്രത്തിന്റെ ഒരു സ്വേച്ഛാധിപത്യ നിയമമായിട്ടാണ് ഇത് കൊണ്ടുവന്നത്. ഇത് കാര്യങ്ങളൊക്കെ പ്രതിഫലിച്ച് കാണുന്നത് ഒരു കേന്ദ്രത്തിന്റെ സ്വേച്ഛാധിപത്യമാണ്. അല്ലാതെ കേന്ദ്രവും സംസ്ഥാനവും കൂടി ചേരുന്ന ഒരു വിദ്യാഭ്യാസ ഭരണഘടനയിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് ഇത് അവിടെ വരുന്നില്ല. പിന്നെ ഭരണഘടനയുടെ ഫെഡറലിസ്റ്റ് ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ 46 ഉണ്ട്. ഹലോ, കേൾക്കാമോ നിങ്ങക്ക്?
ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണോ? കേൾക്കാമോ? ടീച്ചർ പറഞ്ഞത് കുറച്ച് ഭാഗം റെക്കോർഡ് ചെയ്ത് പോയി. സാരമില്ല. ഒരുവിധം വേണ്ട ടീച്ചറെ, ഒരുവിധം ഓക്കെ ആയോ? നിങ്ങൾ അവര് ഓക്കെ ആണോ? ക്ലിയർ ആക്കാൻ ടീച്ചറെ ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാം. ടീച്ചർ നിർത്തിയോ? കഴിഞ്ഞോ? തീർന്നു. അപ്പൊ ഇതിനകത്തെ നമുക്ക് ഇത്രയും ഡീപ്പായിട്ട് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ മതി. ബിൻസിനി ടീച്ചർ ആ ടോപ്പിക് എടുക്കുമ്പോൾ ടീച്ചർ അത് അങ്ങനെ എടുത്തേ അല്ലേ പറ്റൂ. അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. നമുക്ക് നമ്മുടെ എന്താ ഇന്റർവ്യൂ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യം മതി. ഓക്കെ, ബാക്കിയുള്ളവര് അതിന്റെയൊക്കെ ആവശ്യമുള്ളൂ. ഒന്നുകൂടി സമ്മറൈസ് ചെയ്ത് ഒന്ന് പറയാം. ബാക്കി എല്ലാവരും ഒന്ന് വോയിസ് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, കേൾക്കാലോ അല്ലേ? അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP 2020 എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ അതിന്റെ ജസ്റ്റ് നമുക്ക് അറിയേണ്ടത് അതിന്റെ കുറച്ച് മാറ്റങ്ങൾ, NEP എന്തുകൊണ്ട് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ആളുകൾ കാണുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ NEPയുടെ പ്രധാന കുറച്ച് പോയിന്റുകൾ ഞാൻ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് മുമ്പായിട്ട് 1968 ഉണ്ടായ ഒരു ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായിരുന്നു അല്ലെ. ആ കാലഘട്ടം ശ്രീ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടമാണ്. പിന്നീട് 1986 68 കഴിഞ്ഞ് പിന്നീട് എഡ്യൂക്കേഷൻ പോളിസി വരുന്നത് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. അപ്പൊ നമ്മളോട് ഇത് ചോദിച്ചാൽ ഇപ്പോൾ നിലവിലത്തെ NEPക്ക് മുൻപ് ഉണ്ടായിരുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസികളെ കുറിച്ച് ചോദിച്ചാൽ അതറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാലഘട്ടം കൂടി മാത്രം പറയുന്നത്. അടുത്തത് 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമുക്ക് എല്ലാവർക്കും അറിയാം ആരുടെ കാലഘട്ടമാണെന്ന്. ആരുടെയാണ്? മോദി, ശ്രീ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലാണ് അല്ലെ. അപ്പൊ ഇത്രയാണ് മാറ്റങ്ങൾ വന്നത്. അപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചുള്ള ഘട്ടങ്ങൾ ടീച്ചർ പറഞ്ഞു. അത് നിങ്ങൾക്ക് വ്യക്തമാണോ? 5+ പറഞ്ഞോ? 5+3+3+4 അല്ലെ. അപ്പൊ ആ 5 എന്ന് പറയുന്നത് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ്? 3 മുതൽ 8 വരെ. അത് ഓക്കെ ആണല്ലോ. അടുത്ത 3 ഏത് മുതൽ ഏത് വരെയാണ്? 8 മുതൽ 11 വയസ്സ് വരെ. അടുത്തതോ 3 14 വയസ്സ് വരെ. അടുത്തത് 18. ഓക്കെ ആയല്ലോ. ഇത്ര ഈ ഏജ് ഗ്രൂപ്പ് നിങ്ങൾക്കറിയാം. ഇനി സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഘടന 10+2 എന്ന നിലയിലായിരുന്നു അല്ലെ. 10+2 എന്നുള്ള നിലയിൽ ആയിരുന്നു മുൻപുണ്ടായിരുന്നത്. അപ്പൊ 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിലാണ് ഈ ഭേദഗതി വന്നത്. ഇതനുസരിച്ച് 10+2 എന്നുള്ള നിലയിലായിരുന്നു. അതിനെ ചേഞ്ച് ചെയ്ത് എന്താക്കി? 5+3+3+4 എന്ന നിലയിലാക്കി. അത് നമ്മൾ അറിഞ്ഞിരിക്കാം മാറ്റം. അതിന്റെ ഏജ് ഗ്രൂപ്പ് അറിഞ്ഞിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ അറിയേണ്ടത്. ഒന്ന് ഫൗണ്ടേഷണൽ സ്റ്റേജ് 3 to 8 years ആണ്. അതാണ് 5 എന്ന് പറയുന്ന കാറ്റഗറിയിൽ ആദ്യത്തെ 5ൽ വരുന്നത്. അടുത്തത് പ്രിപ്പറേറ്ററി സ്റ്റേജ് അല്ലെ. പ്രിപ്പറേറ്ററി സ്റ്റേജ് 8 to 11 years ആണ്. പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ് 8 to 11 years. നമ്മൾ അവിടെ എന്ത് ചെയ്യുക? കുട്ടികളെ പ്രിപ്പയർ ചെയ്യാണ് സ്കൂളിലേക്ക് അല്ലെ. സ്കൂളിന്റെ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ആദ്യത്തേത് ഫൗണ്ടേഷൻ ഇടുകയാണ് അല്ലെ. 3 to 8 എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ സ്റ്റേജ് ആണ്. പിന്നീട് എന്ത് ചെയ്യുന്നു? അവരെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഏതില്? പ്രിപ്പറേറ്ററി സ്റ്റേജില്. അടുത്തത് മിഡിൽ ആണ്. മിഡിൽ സ്റ്റേജ് ആണ്. മിഡിൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 6, 7, 8 ക്ലാസ്സുകളാണ്. അപ്പൊ വയസ്സ് എങ്ങനെയാണ്? 11 മുതൽ 14 വയസ്സ് വരെയുള്ള സമയമാണ്. അത് കഴിഞ്ഞിട്ടോ സെക്കൻഡറി സ്റ്റേജോ? 9, 10, 11, 12 ക്ലാസ്സുകളാണ്
സെക്കൻഡറി സ്റ്റേജ് ആയിട്ട് വരിക അല്ലെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ഘട്ടം ഉണ്ടോ? ഇത്രയും തൽക്കാലം ഇത്രയൊക്കെ മതിയല്ലേ, സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഘടന ഇത്രയും മതി. അടുത്തത് എന്താണ്? ഇനി ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോവുകയാണ്. നമ്മൾ തൽക്കാലം സ്കൂൾ വിദ്യാഭ്യാസ കാര്യങ്ങൾ അറിയുക. പിന്നെ ഇതിന്റെ മറ്റ് സവിശേഷതകൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്തു. ആണോ? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനാണ് ഊന്നൽ കൊടുത്തത്. പിന്നെ സ്കൂൾ ഭക്ഷണ പദ്ധതിയിൽ പ്രഭാത ഭക്ഷണം ഉൾപ്പെടുത്തുന്നു എന്നത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP മുന്നോട്ട് വെക്കുന്നതാണ്. ഇതിനൊക്കെ മുമ്പേ നമ്മൾ നടത്തുന്നുണ്ടോ? കേരളത്തിൽ നടത്തുന്നുണ്ടോ? ഉണ്ട്. അത് കേരളത്തിലല്ലേ, എല്ലായിടത്തും വേണ്ടേ? അതുകൊണ്ടാണ് ഇങ്ങനെ NEP. അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിക്കാതെ എന്താ, നമ്മൾ പണ്ടേ നടത്തുകയല്ലേന്ന്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം അത് മുഴുവനാക്കി ഇന്ത്യയിൽ ഒട്ടാകെ ആക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെയൊന്ന് നമുക്ക് തോന്നുന്നത് എല്ലാം കേരളത്തിൽ നിന്ന് എടുത്തതല്ലേ എന്ന് തോന്നിപ്പോകും. പിന്നെ 5ാം ക്ലാസ് വരെ മാതൃഭാഷയിൽ അധ്യാപനം. 5ാം ക്ലാസ് വരെയാണ് പറയുന്നത്. മാതൃഭാഷയിൽ നിർബന്ധമായി അധ്യാപനം മാതൃഭാഷയിൽ മാത്രമാക്കി മാറ്റുക. ഇതിനെയൊക്കെയാണ് ആളുകൾ എന്ത് ചെയ്തത്, വിമർശിക്കുന്നത് അല്ലെ. 6, 7, 8 ക്ലാസ്സുകളിലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. 6ാം ക്ലാസ് മുതൽ കുട്ടികളെ തൊഴിലിലേക്ക് കൊണ്ടുപോകുന്നു. നല്ലതാണോ? ആണ്. ഇൻഡിപെൻഡന്റ് ആവാൻ സഹായിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, നല്ലതാണ്. പക്ഷെ അതിന്റെ ഒരു ചീത്ത വശം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു. ചിലപ്പോ അവിടെ വെച്ച് കോഴ്സ് നിർത്തി പോകാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ സാധ്യതയില്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ അതിന്റെ സാധ്യത വളരെ ഏറെയാണ്. ആണോ? നമ്മുടെ സാഹചര്യം പോലെയല്ല മറ്റൊരു സംസ്ഥാനങ്ങളിൽ. ഈ അടുത്ത് ഞാനൊരു കമന്റ് ബോക്സിൽ ഇങ്ങനെ എന്തോ ഒന്നിട്ടപ്പോ അതിന്റെ ഒരു കമന്റ് ബോക്സ് ഇങ്ങനെ കണ്ടതാണ്. കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലല്ല US എങ്ങാണ്ട് ഉള്ള ഒരു സംസ്ഥാനത്തെ പോലെയാണ് തോന്നുന്നതെന്ന് നോർത്ത് ഇന്ത്യൻസ് ആരോ ഇട്ടിരിക്കുകയാണ്. അത്തരം ഡെവലപ്മെന്റ് ആണ് നമ്മുടെ അടുത്ത് നടക്കുന്നതെന്ന് പറയുന്നു. പക്ഷെ നമ്മളുടെ രാഷ്ട്രീയക്കാരും ഇതൊന്നും അംഗീകരിക്കില്ല. അത് മറ്റൊരു വശം. അപ്പൊ ഇവിടെ നടക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. നമ്മൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. പക്ഷെ നോർത്ത് ഇന്ത്യയിലോട്ടോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ അവർക്ക് ജീവിക്കാൻ പ്രാധാന്യം കൊടുക്കുന്നതാണ് അല്ലെ, പ്രാധാന്യം കൊടുക്കുന്നവരാണ്. നിലനിൽപ്പിന് പ്രാധാന്യം കൊടുക്കുന്നു. എഡ്യൂക്കേഷൻ അത്രത്തോളം പ്രാധാന്യം പലയിടത്തും കാണുന്നില്ല. ഉള്ളവരുണ്ട്, ഇല്ലെന്നല്ല. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുതൽ നമുക്കാണ് അല്ലെ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ പെട്ടെന്ന് കുട്ടികളെ 6ാം ക്ലാസ് മുതൽ അവരെ നമ്മൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്ത് അങ്ങനെ വരുമ്പോൾ അവര് നല്ല സ്കിൽഡ് ആവും. അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അവിടെ. അതുപോലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന രീതിയിലേക്ക് പൂർണ്ണമായി അങ്ങ് പോയി എവിടെയെങ്കിലും ഒക്കെ നമ്മളുടെ വിദ്യാഭ്യാസത്തിന്റെ മൂല്യം ഒന്ന് കുറഞ്ഞു പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഇതിനെ വിമർശിക്കുന്നത്. അതുപോലെ തന്നെ 3, 5, 8 ക്ലാസ്സുകളിൽ സ്കൂൾ പരീക്ഷകൾ 3, 5, 8 ക്ലാസ്സുകളിലാണ്. 10, 12 ക്ലാസ്സുകളിലെ ബോർഡ് എക്സാമിനേഷൻ എന്ന നിലയിലാണ് NEP പറഞ്ഞു വെക്കുന്നത്. അപ്പൊ 3, 5, 8 ക്ലാസ്സുകളിൽ മാത്രമാണ് സ്കൂൾ പരീക്ഷ. അതൊക്കെ നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ പരീക്ഷയെ തന്നെ എതിർക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കത് പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. അളക്കണ്ടെന്നല്ല, അളന്നോളൂ. പക്ഷെ കുട്ടിയുടെ മനസ്സ് മടുപ്പിക്കത്തക്ക രീതിയിലേക്ക് അളക്കണോ എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ സമ്മാനങ്ങൾ കൊടുക്കല്, ഫസ്റ്റ്, സെക്കൻഡ് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചിലത് കുഞ്ഞുങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ഞാനും മോനെ മത്സരത്തിനൊക്കെ പങ്കെടുപ്പിക്കാറുണ്ട്. റിസൾട്ട് പറയുന്നത് വരെ നിൽക്കാറില്ല, വിളിച്ചുകൊണ്ട് വരാറാണ് ചെയ്യാറ്. അപ്പൊ അത് കുട്ടിയിലൊരു വിഷമം ഉണ്ടാക്കരുത്. പകരം ഞാൻ എന്ത് ചെയ്യും, അവർക്ക് സമ്മാനം വാങ്ങി കൊടുക്കാറുണ്ട്. അതാണ് നല്ലതെന്നാണ് എന്റെ വിശ്വാസം. ഓരോ മാറ്റവും നമ്മൾ എന്ത് ചെയ്യുക, അംഗീകരിച്ചു കൊടുക്കുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു, 3, 5, 8 ക്ലാസ്സുകളിൽ ആണ് പരീക്ഷ നടത്തുന്നത്. 10ലും പ്ലസ് ടുവിനും എന്താണ് ബോർഡ് എക്സാം. ആ ഒരു രീതിയാണ് ഉള്ളത്. പ്ലസ് ടു ക്ലാസ്സുകളുടെ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ പ്ലസ് ടു ക്ലാസ്സുകളെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണത്തില്ലല്ലേ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല. ഓക്കെ, എന്നാലും സാരമില്ല, വായിക്കുകയാണ് കേട്ടോ. സെക്കൻഡറി ഘട്ടത്തിൽ സെമസ്റ്റർ സമ്പ്രദായം നടപ്പിലാക്കും. വിദ്യാഭ്യാസ അവകാശം 6 മുതൽ 14 വയസ്സ് വരെ എന്നുള്ളത് 3 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്ന നിലയിലേക്ക് മാറ്റുക. അത് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതി വെക്കുക. ഇമ്പോർട്ടന്റ് എന്നുള്ളത് ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റുകൾ ഓർത്ത് വെച്ചിരിക്കുക. വിദ്യാഭ്യാസ അവകാശം 6 മുതൽ 18 വരെ എന്നുള്ളത് മാറ്റി 3 മുതൽ 18 വയസ്സ് വരെ എന്ന നിലയിലേക്ക് ആക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ധാരണയായോ?
ആയോ? ഒരു ചെറിയ കോൺഫിഡൻസ് കിട്ടിയോ? അത് മതി. ഓവറായിട്ട് ഇനിയിപ്പി ചോദിക്കുന്നില്ല, ഒരു അടിസ്ഥാന വിവരം അത്ര മതി കേട്ടോ. ഇനി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അതെ അതെ കൊണ്ടുവന്നത് കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനമാക്കിയാണ് വന്നത് എന്നുള്ളത് ഓർക്കുക. അതുപോലെ MHRD അല്ലെ, ആ ഒരു മന്ത്രി സഭ മുമ്പ് ഉണ്ടായിരുന്ന രീതിയിൽ നിന്ന് മാറി വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ള നിലയിലേക്ക്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിലേക്കുള്ള ഒരു മാറ്റം വീണ്ടും വന്നു എന്നുള്ളതാണ്. അവസാനത്തെ MHRD മന്ത്രി രമേശ് പൊക്രിയാനും നിലവിലെ ആരാണ്? കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. പ്രധാനപ്പെട്ട ആളാണ് അല്ലെ, ധർമ്മേന്ദ്ര പ്രധാനാണ്. അപ്പൊ ഈ രണ്ട് കാര്യം, അങ്ങനെ ഒരു മാറ്റം കൂടി ഉണ്ട്. അപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ചോദിച്ചാൽ നമ്മൾ അതിന്റെ കൃത്യമായ മാറ്റം പറയും. ശ്രീ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഇത് നിലവിൽ വരുന്നത്. നിലവിൽ ഫോളോ ചെയ്തിരുന്ന 10+2 എന്ന രീതി മാറ്റി 5+3+3+4 എന്ന രീതിയിലേക്ക് മാറി. ഇപ്പൊ ഫൗണ്ടേഷൻ സ്റ്റേജ് ആരംഭിക്കുന്നത് 3 വയസ്സിലാണ്, 3 to 8 ആണ്. അങ്ങനെ ഓരോ സ്റ്റേജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു പോകുന്നു. പ്രധാന പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഉച്ചഭക്ഷണത്തിനോടൊപ്പം പ്രഭാത ഭക്ഷണം എന്ന് പറയുന്ന സംവിധാനം കൂടി കൊണ്ടുവരാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, പിന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൂടി 6ാം ക്ലാസ് മുതൽ കൊണ്ടുവരുന്നു. ഇതൊക്കെയാണ് പ്രധാന പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ പരീക്ഷകൾ 3, 5, 8 ക്ലാസ്സുകളിലാണ് പരീക്ഷാ സംവിധാനം വരുന്നത്. 10+2 ക്ലാസ്സുകളിൽ ബോർഡ് എക്സാം ആണ്. തുടങ്ങിയ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങളോട് നെഗറ്റീവ് ചോദിച്ചോളും. പിന്നെ പ്രധാനപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, 3 to 18 ഇയേഴ്സ് വരെ അല്ലെ, 18 വയസ്സ് വരെ എന്താണ് നിർബന്ധിത വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഉൾപ്പെടുത്തുന്നു. ഓക്കെ അല്ലേ? അത്ര മതി. അത്രയും പറഞ്ഞൂടെ? അൻഷ ടീച്ചർ ഓക്കെ ആണോ? ഓക്കെ ആണ്. പിന്നെ നമ്മൾ ഇന്ന് ഉദ്ദേശിച്ച ടോപ്പിക്കുകളെല്ലാം കവറായോ? അമൃത ടീച്ചർ ഉണ്ട്. അമൃത ടീച്ചറെ വേണ്ട 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 വേണ്ട, എനിക്ക് തോന്നി അതാ ഞാൻ ആദ്യം അവസരം തരേണ്ടതായിരുന്നു. പക്ഷെ അത് ആ ഒരു ഓർഡറിന് വരട്ടെന്ന് വിചാരിച്ചിട്ടാ. സാരമല്ല, ഒരു കാര്യം ചെയ്താൽ മതി, ഒരൊറ്റ വോയിസ് ആയിട്ട് അങ്ങ് ഇട്ടാ മതി, അവര് കേട്ടോളൂ. എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ട് വീഡിയോ ഓൺ ചെയ്ത് അവനെ ഒന്ന് കാണിച്ചേ. അപ്പോ എന്തി ഹാപ്പി ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു, ഇന്ന് ഹാപ്പി ബർത്ത്ഡേ. അയ്യോ, കൈ മുറിഞ്ഞോ? ഞാൻ ഇന്നലെ ഉമ്മ തന്നായിരുന്നു, മാറിയില്ലേ? അയ്യോ, പല്ലുണ്ട് പല്ല്. ചേച്ചിയുണ്ട്, ചേച്ചി എന്ത്? ചേച്ചി പെണ്ണ് നല്ല ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. വീഡിയോ ഓഫ് ചെയ്തോ? ചേച്ചി പെണ്ണേ, ചേച്ചി എന്ത് ചിരിക്കാത്തെ? അതെ, എന്തോ ഇതാരാ? അയ്യോ, എന്ത് കൊച്ചിന്റെ പേരെന്താ? അവന്തിക. മിടിക്കുകയാണല്ലോ. അയ്യോടാ, ഞാൻ ആദ്യമേ അമ്മയടുത്ത് ചോദിച്ച ആരാ തോളെ ചാരി ഇരിക്കുന്നേന്ന്. അപ്പൊ എന്നോട് മിണ്ടിയില്ലല്ലോ. അവന്തിക എന്തോ വീട്ടിൽ വിളിക്കുന്നേ? അവന്തിക എന്നോ? വേറെന്തോ ഭാവിച്ചിയാണോ? ഞാൻ കുഞ്ഞാഞ്ഞെന്നെ വിളിക്കും, കുഞ്ഞാഞ്ഞ. ഇത് നേഴ്സറി ക്ലാസ് ആയിട്ട് മാറുവാന്നല്ലേ അല്ലേ?
ഓക്കെ. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കിതൊരു സന്തോഷമല്ലയോ അല്ലേ? എല്ലാരും പിള്ളേരെയൊക്കെ കൊണ്ട് നമുക്ക് ഒരു ദിവസം ഇവിടെ ബാലസംഘം കൂടാം അല്ലേ? ഞാനും കൊണ്ടുവരാം. അയ്യോ വേണ്ട, ഞാൻ കൊച്ചു പിള്ളേരുടെ കാര്യം, വളരെ ചെറിയ പിള്ളേരുടെ അയ്യോ പിള്ളേരെക്കാൾ ഇത് ഞാനാണെങ്കിൽ ഒരു ലോ കോസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ആ പഠനോപകരണ നിർമ്മാണങ്ങളാണ്. ആ എനിക്ക് തോന്നി. ആ ആ പിന്നെ തോന്നി, പക്ഷെ അത് തന്നെയാണോ എന്നറിയാത്തോണ്ടാ ഞാനത് ചോദിച്ചത്. അതിന് പറ്റിയ ഒരാള് നമ്മുടെ ക്ലാസ്സിലുണ്ട്. പിന്നെ ഇന്ന് ഇല്ല, അഞ്ജലി ടീച്ചർ പറയാൻ. അതായത് അഞ്ജലി ടീച്ചർ ഈ പാഴ്വസ്തുക്കള് ഒക്കെയാണ് ടീച്ചർ വെച്ചിരിക്കുന്ന ഹോബി. ലോ കോസ്റ്റ് നോ കോസ്റ്റ് അല്ലെ? നോ കോസ്റ്റ് നമുക്ക് ഇച്ചിരി പ്രയാസമാണ്, എന്നാലും നമുക്ക് കണ്ടെത്താം കേട്ടോ. നമ്മൾ എന്ത് പറഞ്ഞാലും അവരത് കൊണസ്റ്റ് കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. ആ ഓക്കെ, അത് ഞാൻ എത്തിക്കാം. ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? പക്ഷെ ഒരു കാര്യം ചിന്തിച്ചു നോക്കിയാലേ അവരുടെ ബയോഡേറ്റ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അതെ അത് അവർക്ക് വേണ്ടിയാ. ക്വസ്റ്റ്യൻ നമ്മൾ പേടിക്കുന്നതാണ്. ഞാനങ്ങനെ ആശ്വസിക്കുന്നു. അല്ല, അങ്ങനെ തന്നെയാ. പ്രത്യേകിച്ച് കൊല്ലത്തിന്റെ കാര്യത്തിൽ അത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ റെക്കോർഡ് ഓഫ് ചെയ്തിട്ട് പറയാം ബാക്കി.